കഥ തുടരുന്നു. മിലിറ്ററി ജീപ്പിനെ തൊട്ടില്ല എന്ന പോലെ ബെൻസ് കുലുങ്ങി നിന്നു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ജീപ്പിൽ രണ്ടുപേരിരിക്കുന്നത് ഡ്രൈവർ ഉമറും ബൽറാമും കണ്ടു. പിൻസീറ്റിലിരുന്ന സക്രിയ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. എങ്ങും റബ്ബർ തോട്ടമാണ്. ഒരിടത്തും വെളിച്ചമില്ല. മിന്നാമിനുകൾ ഇടയ്ക്കിടെ കൂട്ടത്തോടെ മിന്നുന്നു. ഏത് നാരിയാടാ റോഡിന് വിലങ്ങി വെച്ചിരിക്കുന്നത്? ബൽറാം കാറിൽ നിന്നിറങ്ങി. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഒരാൾ പുറത്തേക്കിറങ്ങി. ജീൻസും കൈമടക്കി വെച്ച ഷർട്ടും ധരിച്ച ചെറുപ്പക്കാരിയെ കണ്ട് ബൽറാം അമ്പരന്നു പോയി. അപ്പോഴേക്കും മറുവശത്ത് നിന്ന് ചെറുപ്പക്കാരനും ഇറങ്ങി വന്നു. ആരാ ബൽറാമേ? സക്രിയയും ഇറങ്ങിച്ചെന്നു. അയാൾ പിസ്റ്റൾ കയ്യിലെടുത്തിരുന്നു. സോറി സാർ, ഞാൻ ഇൻസ്പെക്ടർ അൻവർ അലി. കാക്കി പാൻസും നീല ജാക്കറ്റും ധരിച്ച അയാൾ ഐഡന്റിറ്റി കാർഡ് എടുത്ത് സക്രിയയെ കാണിച്ചു. പ്ലാന്റർ തോമസിന്റെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീമാണ്. ഇതെന്റെ അസിസ്റ്റന്റ് SI നാൻസി കോട്ടൂർ. നാൻസി നിർവികാരിയായി അവരെ നോക്കി. അതിന് ഞങ്ങളെ തടയുന്നത് എന്തിനാടോ? ഇദ്ദേഹം പ്ലാന്റർ സക്രിയയാണ്. തനിക്കറിയാമോ? മാന്യന്മാരെ പാതിരാത്രിക്ക് തടയുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ? ബൽറാം ദേഷ്യപ്പെട്ടു. സീനിയർ ഓഫീസറെ എങ്ങനെയാ റെസ്പെക്ട് ചെയ്യേണ്ടതെന്ന് തനിക്കറിയില്ലേ? അൻവർ അലി ഗൗരവത്തിൽ ചോദിച്ചു. ആ സുപ്പീരിയർ ബൈ റാങ്ക് ആൻഡ് പ്രോട്ടോകോൾ. സർ, ബൽറാം അറിയാതെ സല്യൂട്ട് അടിച്ചു. ഗുഡ്, അൻവർ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങളുടെ ചീഫിന് നിങ്ങളോട് ചിലത് സംസാരിക്കാനുണ്ട്. അതിന് ഇപ്പോഴാണോ പറയുന്നേ? ഞങ്ങൾ പോൾ ചാണ്ടി MP കാണാൻ പോവുകയാ. സക്രിയ ദേഷ്യപ്പെട്ടു. ഞങ്ങൾക്ക് സമയമില്ല നിങ്ങളോട് തർക്കിക്കാൻ. നാൻസി കോട്ടൂർ പിന്നിൽ നിന്ന് കൈത്തൊക്ക് വലിച്ചെടുത്തു. ഒപ്പം അൻവറും. 2 ബുള്ളറ്റുകൾ കൊണ്ട് രണ്ടുപേരുടെയും കഥ ഞങ്ങൾ കഴിക്കും. ഒരു സാക്ഷിയുമില്ല. രാവിലെ നിങ്ങൾ ഉറുമ്പരിച്ചു കിടക്കുന്നത് നാട്ടുകാർ കാണും. അത് വേണോ? അൻവർ സക്രിയയെ നോക്കി. ബൽറാമും പകച്ചുപോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഒരു ക്യാമ്പിലായിരുന്നു. ആളനക്കമില്ല. അവിടെ ചെറിയ ചില ലൈറ്റുകൾ മോഡൽ മഞ്ഞിൽ മിന്നിത്തി കത്തുന്നു. ഒരു മെഡിക്കൽ കോളേജ് പോലെയാണ് സക്രിയയ്ക്ക് തോന്നിയത്. അവിടെ നിശബ്ദത ഭയപ്പെടുത്തുന്നതായിരുന്നു. നാൻസിയും അൻവറും അവരെ ഒരു ഹാളിലേക്ക് കൊണ്ടുപോയി. ഇരുളും വെളിച്ചവും ഇടകലർന്ന ഒരു മുറി. മുകളിൽ ഏതാനും സ്പോട്ട് ലൈറ്റുകൾ തൂങ്ങിക്കിടക്കുന്നു. വളരെ ഉയരമുണ്ട് ഹാളിന്. തുറന്നു കിടക്കുന്ന ഒരു ക്യാബിനിൽ തടിച്ച കണ്ണട വെച്ച ഒരു ചെറുപ്പക്കാരൻ വെർച്വൽ മോണിറ്ററിന് മുന്നിലിരിക്കുന്നുണ്ട്. അയാൾ എന്തോ ജോലിയിലാണ്. ഹലോ സാർ. വെളിച്ചത്തിലേക്ക് ചുവട് വെച്ച ആളെ സക്രിയ കണ്ടു. അയാൾ കുറ്റിത്താടിയിൽ ചൊറിഞ്ഞുകൊണ്ട് സക്രിയയെ നോക്കി. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ വേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ഞാൻ ASP വിഷ്ണു. സക്രിയയ്ക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ബൽറാം. അയാൾ ബൽറാമിനെ നോക്കി. സർ. ബൽറാം സല്യൂട്ട് അടിച്ചു. ഗുഡ് ബോയ്. ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത ശേഷം നിങ്ങളെ വിടാം. രാവിലെ എനിക്ക് വേറെ ചില ജോലികളുണ്ട്. വിഷ്ണു പറഞ്ഞുകൊണ്ട് നിഴലിലേക്ക് മാറി. അപ്പോൾ ട്രേയിൽ ആവി പറക്കുന്ന കാപ്പിയുമായി നാൻസി വെളിച്ചത്തിലേക്ക് വന്നു. കോഫി കുടിക്കൂ, വിഷ്ണു പറഞ്ഞു. മദ്യത്തിന്റെ ആവേശമൊക്കെ എപ്പോഴേ പോയി. അവർ കോഫി കപ്പുകൾ എടുത്തു. വലിയ എക്സോസ് ഫാൻ കറങ്ങുന്ന ശബ്ദം ഡാമിനുള്ളിലെ ജനറേറ്ററിന്റെ മുഴക്കം പോലെ കേൾക്കാം. അവരുടെ മുഖത്തേക്ക് ശക്തിയേറിയ പ്രകാശം വന്നടിച്ചു. ഭിത്തി മുഴുവൻ നിറഞ്ഞ ഒരു LED സ്ക്രീൻ ഓണായതാണ്. അതിനു മുന്നിൽ ചെറിയ രൂപങ്ങൾ പോലെ അവർ നിന്നു. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു സാറ്റലൈറ്റ് ക്ലിപ്പിംഗ് ആണ്. ഓരോ നിമിഷവും സാറ്റലൈറ്റുകളും സെർച്ച് എഞ്ചിനുകളും ഭൂഗോളം മുഴുവൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമല്ലോ, വിഷ്ണു പറഞ്ഞു. 2 വർഷം മുമ്പ്, അതായത് 2016 ജൂലൈ 14-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടായ ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ഹാക്കർ പുതിയൊരു ആപ്ലിക്കേഷൻ വഴി അത് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. വിഷ്ണു കാബിനിലിരുന്ന ചെറുപ്പക്കാരനെ നോക്കി. റെഡി സാർ. അയാൾ കൈ ഉയർത്തി. ASP ശിരസിളക്കി. അടുത്ത ക്ഷണം ഗ്രാവിറ്റി സിനിമയിലുള്ളതുപോലെ ഭൂഗോളം തിരിയുന്നത് ഭിത്തിയിൽ അവർ കണ്ടു. ഭൂമി അടുത്തു വരുന്നു. ഹിമാലയവും ഇന്ത്യയും കണ്ടു. 25 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് 1 കിലോമീറ്ററിലേക്ക് വന്നപ്പോൾ വാഗമൺ മലനിരകളും പാലായിലെ തോട്ടങ്ങളും തീക്കോയും വ്യക്തമായി തെളിഞ്ഞു വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ സക്രിയയും ബൽറാമും നോക്കി നിന്നു. 500 മീറ്റർ അടുത്തപ്പോൾ തീക്കോയി, വാഗമൺ റോഡ്, മർമല വാട്ടർഫോൾസ്, അച്ചുകാവ് ദേവി മഹേശ്വര ക്ഷേത്രം എന്നിവ വ്യക്തമായി. ഡേറ്റ് പുറകോട്ട് പോകുന്നത് അവർ കണ്ടു. പകലും രാത്രിയും ഉദയവും അസ്തമയവും ഉണ്ടായി. വേനലും മഴയും മഞ്ഞും വെള്ളപ്പൊക്കവും ഒക്കെ കടന്നുപോയി. 2016 ജൂലൈ 14 എന്ന തീയതിയിൽ വിഷ്വൽ നിശ്ചലമായി. പിന്നെ ക്ലോക്ക് കറങ്ങി. രാവിലെ 6 മണിയിൽ നിന്ന് പകൽ 2 മണിയോടടുത്ത് നിന്നു. വിഷ്വൽ കുറച്ചുകൂടി സൂം ചെയ്ത് അടുത്തു വന്നു. തീക്കോയി വാഗമൺ റോഡിൽ കല്ലം എന്ന സ്ഥലത്തെ പാറമടക്കടുത്ത് റോഡിൽ കിടക്കുന്ന ഒരു തടി ലോറി. തീക്കോയിൽ നിന്ന് വാഗമൺ റോഡിലൂടെ പോകുന്ന ബെൻസ് കാർ. ബൽറാം സക്രിയയെ മുഖം തിരിച്ചു നോക്കി. അയാൾ സ്ക്രീനിൽ മിഴിച്ചു നോക്കി ഇരിക്കുകയാണ്. റോഡരികിലെ റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങിയ ഡ്രൈവർ ലോറിയിൽ വന്നു കയറുന്നു. അയാൾ ഫോൺ ചെവിയോടടുപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. മർമല സ്ട്രീൻസിന്റെ സൈൻ ബോർഡിനടുത്ത് വെച്ച് കാറും ലോറിയും നേർക്കുനേർ വന്നു. ലോറി കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. വീണ്ടും ഇടിച്ചു മറിക്കുന്നു. സക്രിയയും ബൽറാമും പരസ്പരം നോക്കി. സ്ക്രീൻ ഓഫായി. വലിയൊരു നിശബ്ദത. ഇങ്ങനെയാണ് പ്ലാന്റർ തോമസിന്റെ അപകട മരണം നടന്നത്. ASP വിഷ്ണു അവരുടെ മുന്നിലേക്ക് വന്നു. ഇതിൽ എനിക്കെന്താണ് റോള്? സക്രിയ ധൈര്യം സംഭരിച്ചു ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. വിഷ്ണു സക്രിയയെ നോക്കി.
ആ ട്രക്കിന്റെ ഡ്രൈവർ അറിയാമോ? എനിക്ക് പരിചയമില്ല. ആക്സിഡന്റിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ബൽറാമിന് അറിയാമോ അയാൾ ആരാണെന്ന്? ഇടുക്കിയിലെ ചുരുളിയിലാണ് സാറേ വീട്. പേര് വാസു, ചുരുളി വാസു എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ലോറിയുടെ ബ്രേക്ക് പോയതെന്നും അപകടമുണ്ടായതെന്ന വാസു പറഞ്ഞത്, ബൽറാം പറഞ്ഞു. ശരി, ഇനി നിങ്ങൾ പൊക്കോളൂ. ഇതൊന്ന് കാണിക്കാൻ വിളിച്ചതാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇനിയും ഞാൻ വിളിക്കും. സഹകരിക്കണം. ശരി. സക്രിയ തലകുലുക്കി. ഇത്ര എളുപ്പം അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. തിരിച്ച് കാറിൽ മടങ്ങുമ്പോൾ സക്രിയ ബൽറാമിനോട് പറഞ്ഞു, ഞാൻ വാസുവിനെ ഒന്ന് വിളിക്കട്ടെ. അയാളോട് കരുതിയിരിക്കാൻ പറയണം. സക്രിയ മൊബൈൽ എടുത്തപ്പോൾ ബൽറാം തടഞ്ഞു. ഫോണിൽ തുടരുത്. അയാൾ നമ്മളെ വിട്ടത് വെറുതെയല്ല. നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടവരെ ഉടൻ തന്നെ ഫോണിൽ വിളിക്കുമെന്ന് വിഷ്ണുവിനറിയാം. ഞാനത് മറന്നുപോയി. ഇപ്പോൾ കഴുത്തു വെച്ച് കൊടുത്തേനെ. സക്രിയ ഫോൺ പോക്കറ്റിലിട്ടു. കാർ MP-യുടെ വീടിന് മുന്നിൽ നിന്നു. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ നിന്നോ കോഴി കൂവുന്നു. പോൾ ചാണ്ടി 5 മണിക്ക് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യും. 6 മണി കഴിഞ്ഞാൽ പല ആവശ്യങ്ങളുമായി ആളുകൾ വരും. ട്രേഡ്മിൽ ചവിട്ടി വിയർത്തിരിക്കുമ്പോഴാണ് സക്രിയയും ബൽറാമും ചെന്നത്. സക്രിയ ഗോവയിൽ നിന്ന് വരാനുണ്ടായ കാരണം മുതൽ ASPയുടെ ക്യാമ്പിൽ കൊണ്ടുപോയതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. പോൾ ചാണ്ടി കഴുത്തിലെയും നെഞ്ചിലെയും വിയർപ്പ് ടവൽ കൊണ്ട് തുടച്ച് കേട്ടിരുന്നു. സുമുഖനായ 50-കാരനാണ് അയാൾ. ASP വിഷ്ണുവിന്റെ അന്വേഷണം നേരിട്ട് തടയാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ ചെയ്താൽ ആ കേസിൽ എനിക്കും കൈയുണ്ടെന്ന് മീഡിയ പറയും. MP കസേരയിൽ കുറച്ചു കാലം കൂടി ഇരിക്കണമെന്നുണ്ട് എനിക്ക്. എല്ലാം കേട്ടുകഴിഞ്ഞ് പോൾ ചാണ്ടി പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പോളെ. 3 വർഷം കഴിഞ്ഞ് പാർലമെന്റ് ഇലക്ഷനില്ലേ? പണം വേണ്ടേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. വിഷ്ണുവിനെ ഡൽഹിക്കോ മറ്റോ അയക്കേ. അല്ലെങ്കിൽ ഒരു വാഹന അപകടം. അറ്റകൈക്ക് വേണമെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. പക്ഷേ പോളിന്റെ കൂടെ നിൽക്കണം. പക്ഷേ വേറൊരു അപകടം പിന്നാലെ പുറപ്പെട്ടിട്ടുണ്ട്, പോൾ ചാണ്ടി പറഞ്ഞു. എൻ്റെ യൂദാശ്രീഹായേ, അതാരാ? ജോൺ മിറാൻഡ. അയാൾ ഗോവയെന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാത്തിന്? സക്രിയ പ്ലാന്റർ തോമസിനെ ആക്സിഡന്റിൽപ്പെടുത്തി കൊന്നെന്നും അയാളുടെ മകൾ ടെസയെ ഗോവയിൽ കൊണ്ടുപോയി കൊന്നെന്നും ജോൺ മിറാൻഡയ്ക്കറിയാം. സക്രിയ വിളറിപ്പോയി. നിങ്ങളുടെ കയ്യിൽ വന്ന എസ്റ്റേറ്റിന്റെ ഏകദേശ വിലയും അയാൾക്കറിയാമെന്ന് ഞാൻ പറയണ്ടല്ലോ. പകുതി കൊടുക്കാതെ അയാൾ വിടില്ല. കൊന്നാലും ഞാനത് വിട്ടുകൊടുക്കില്ല, സക്രിയ പെട്ടെന്ന് പറഞ്ഞു. അയാൾ നിങ്ങളെ കൊല്ലും. അയാൾ വിചാരിച്ചാൽ തോമസിന്റെയും മകളുടെയും കൊലപാതകങ്ങൾക്ക് കറിയാച്ചനെ അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. ടെസയുടെ ശവവും ID കാർഡും കിട്ടിയതിന്റെ റെക്കോർഡ് പനാജി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയാൾ എടുത്തിട്ടുണ്ട്. എന്ത് നാശമാണിത്! ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഭ്രാന്ത് പിടിച്ചതുപോലെ സക്രിയ മുരണ്ടു. ജോൺ മിറാൻഡയാണോ ഈ ASP വിഷ്ണുവിനെ കേസന്വേഷണത്തിന് അയച്ചതിന് പിന്നില്? ബൽറാം ചോദിച്ചു. എനിക്കറിയില്ല. നമ്മളറിയാത്ത എന്തൊക്കെയോ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കിയേ ഇടപെടുകയുള്ളൂ. ഗോവയെന്ന് പോന്നപ്പോൾ അവൻ എന്നോട് പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല, സക്രിയ പറഞ്ഞു. ഇവിടെ വന്ന് ജോൺ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ പോളെ, ഞാൻ അയാളെ കൊല്ലും. കൊന്നു കത്തിച്ച് ചാരം മീനച്ചിലാറ്റിൽ കലക്കും. തൊണ്ടി കിട്ടിയാലല്ലേ കേസുണ്ടാവുകയുള്ളൂ. പോൾ ചാണ്ടി നടുക്കത്തോടെ അയാളെ നോക്കി. ഞാനത് ചെയ്യും, 100 തരം. പോളിന്റെ ഫ്രണ്ടല്ലേ? ജീവൻ വേണേൽ സക്രിയയെ തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞേര്. ഒരു സഹായം ചോദിച്ചതിന് അയാൾ ഇങ്ങനെ ഉപദ്രവിക്കണോ? അയാളെ നോക്കി ഇരിക്കുകയായിരുന്നു ബൽറാം. കുടുക്കുകൾ മുറുക്കുകയാണ്. സക്രിയ അത് ചെയ്യുമെന്ന് ഉറപ്പാണെന്ന് ആ കണ്ണുകൾ പറഞ്ഞു. അയാൾക്ക് നിലനിൽക്കാൻ മറ്റു മാർഗമില്ല. അകത്തെ വാതിൽ പകുതി തുറന്ന് പോൾ ചാണ്ടിയുടെ ഭാര്യ അവരെ നോക്കി. എല്ലാവർക്കും ചായ എടുക്കട്ടെ? മോഡലിനെ പോലെ സുന്ദരിയാണ് പ്രയാഗ. അവർ സക്രിയയെ നോക്കി പുഞ്ചിരിച്ചു. സക്രിയയും ചിരിച്ചു, തവള ചിരിക്കുന്നത് പോലെ. എടുത്തോ, പോൾ ചാണ്ടി പറഞ്ഞപ്പോൾ പ്രയാഗ അകത്തേക്ക് വലിഞ്ഞു. അപ്പോൾ താൻ പറഞ്ഞത് അവൾ കേട്ടോ എന്ന സംശയം സക്രിയയ്ക്കുണ്ടായി. നേരം വെളുത്തത് ജനലിലൂടെ കണ്ടു. കറിയാച്ചൻ ASP വിഷ്ണുവിന് പിടികൊടുക്കാതെ നോക്കണേ, അയാൾ മുന്നറിയിപ്പ് കൊടുത്തു. അയാൾ അറിയാതെ എവിടെ ഒളിക്കാനെ പോലെ? കരച്ചിൽ പോലെ സക്രിയ ചോദിച്ചു. ബൽറാമും സക്രിയയും തിരിച്ചു ചെന്ന ശേഷമാണ് ASI തമ്പിയും വിക്ടറും പോയത്. പോൾ ചാണ്ടിയെ കണ്ടതല്ലാതെ വിഷ്ണുവിന്റെ ക്യാമ്പിൽ കൊണ്ടുപോയ കാര്യം അവർ പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ റോസ്ലിൻ പള്ളിയിൽ പോയിട്ട് വന്നതിന് പിന്നാലെ ആ മിലിറ്ററി ജീപ്പ് മുറ്റത്തെത്തി. റോസ്ലിൻ പൂമുഖത്തേക്ക് വന്നപ്പോൾ ASP വിഷ്ണുവും അൻവറും നാൻസിയും അവിടേക്ക് കയറി ചെന്നു. സിവിൽ ഡ്രസ്സിൽ വന്ന അവരെ റോസ്ലിൻ സംശയത്തോടെ നോക്കി. ഞാൻ ASP വിഷ്ണു. പുന്നൂസും ഷേർലിയും ഞങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. 30 വയസ്സ് തോന്നിക്കുന്ന ആ ഓഫീസറെ റോസ്ലിൻ പകച്ചു നോക്കി. പിന്നെ തലയിളക്കി. അകത്തേക്ക് വാ. ഹാളിലെത്തിയ വിഷ്ണു ഭിത്തിയിലെ ഫോട്ടോകൾ കണ്ടു. പ്ലാന്റർ തോമസ്, കൂടെ മകൾ ടെസ, അടുത്തൊരു ഛായാചിത്രം. പ്ലാന്റർ അലക്സാണ്ടർ, നരച്ച കൊമ്പും മീശയും തീക്ഷ്ണമായ കണ്ണുകളുമുള്ള മനുഷ്യൻ. മകൾ പപ്പ, ഗ്രാൻഡ് പ. വിഷ്ണു റോസ്ലിനെ നോക്കി. അതെ, അവൾ മന്ത്രിച്ചു. ഇവർ 3 പേരും കൊല്ലപ്പെട്ടതാണോ? അലക്സാണ്ടർ പപ്പ പ്രായമായി മരിച്ചതാ, റോസ്ലിൻ പറഞ്ഞു. അപ്പോൾ ടെസയും തോമസും കൊല്ലപ്പെട്ടതാണ്? ചോദ്യം കേട്ട് റോസ്ലിൻ ഞെട്ടി. റോസ്ലിൻ ഭക്തയാണെന്ന് ഞങ്ങൾക്കറിയാം. പള്ളിയിൽ നിന്ന് വന്നതല്ലേയുള്ളൂ. നാൻസി കോട്ടൂർ ഭിത്തിയിലെ ക്രൂശിത രൂപത്തിന് മുന്നിലിരുന്ന ബൈബിൾ എടുത്ത് റോസ്ലിന്റെ കയ്യിൽ കൊടുത്തു. ഇനി സാർ ചോദിക്കുന്നതിന് ബൈബിളിൽ പിടിച്ച് സത്യമേ പറയാവൂ, നാൻസി പറഞ്ഞു. നിങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയല്ലേ നിങ്ങളുടെ ഭർത്താവും മകളും കൊല്ലപ്പെട്ടത്? വിഷ്ണു റോസിന്റെ കണ്ണുകളിലേക്ക് നോക്കി.
റോസലിൻ്റെ കൈകളിലിരുന്ന് ബൈബിൾ വിറച്ചു. പറയൂ, സത്യമേ നിങ്ങൾക്ക് പറയാൻ കഴിയുകയുള്ളൂ, വിഷ്ണു അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതുപോലെ പറഞ്ഞു. എതിർവശത്തെ വാതിൽ ശബ്ദമില്ലാതെ തുറക്കപ്പെടുന്നതും അവിടെ സക്രിയ നിൽക്കുന്നതും റോസ്ലിൻ കണ്ടു. അയാൾ ഒരു സാത്താനെ പോലെ അവളെ നോക്കി. പറയൂ. ഇല്ല, എനിക്കൊന്നും അറിയില്ല, റോസ്ലിൻ അലറി. കയ്യിലിരുന്ന ബൈബിൾ തീ പിടിച്ചതുപോലെ അവളുടെ പിടിവിട്ട് താഴേക്ക് പതിച്ചു. റോസ്ലിൻ അപസ്മാര രോഗിയെ പോലെ നിന്ന് വിറച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, അവൾ വിളിച്ചു കൂവി. പിന്നിലെ വാതിൽക്കെത്തിയ സക്രിയയുടെ നിഴൽ ASP വിഷ്ണുവിൻ്റെ കണ്ണിൽപ്പെട്ടു. കൂൾ ഡൗൺ, സമാധാനിക്കേ, നിങ്ങൾ കൊല നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. വിഷ്ണു ശാന്തസ്വരത്തിൽ റോസലിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പ്ലാന്റർ തോമസിന്റെ മരണം കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പുന്നൂസ് മൊഴി തന്നിട്ടുണ്ട്. പൂവർണിയിലെ ഷേർലിയും അത് തന്നെയാണ് പറഞ്ഞത്. ഇല്ല, ഷേർലി നാത്തൂൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നാത്തൂന് ഒരു സംശയവുമില്ല, റോസ്ലിൻ പറഞ്ഞു. അത് നിങ്ങളോട് പറഞ്ഞതല്ലേ? തോമസിന്റെ മരണം ചതിയായിരുന്നെന്ന് അവൾക്കറിയാം. മിണ്ടാതിരിക്കുന്നത് നിങ്ങളെ ഭയന്നാണ്. എന്നെയോ? റോസ്ലിൻ വിഷ്ണുവിനെയും അൻവറിനെയും നാൻസിയെയും മാറി മാറി നോക്കി. നിങ്ങളെയല്ല, നിങ്ങളുടെ ഭർത്താവിനെ. അവർ എന്നെ എന്തിനാ ഭയക്കുന്നത്? സക്രിയ മുറിയിലേക്ക് പ്രവേശിച്ചു. പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ മതി, എല്ലാവരും ഭയക്കും. അതിനെ കാണണമെന്നില്ല. ASP അയാളെ നോക്കി. നിങ്ങളെ ഞങ്ങൾ വിളിച്ചില്ല, ഇവിടെ ആവശ്യവുമില്ല. നിങ്ങൾക്ക് MP-യെയും പ്രധാനമന്ത്രിയെയൊക്കെ വിളിക്കാൻ കാണുമല്ലോ. വിഷ്ണുവിനോട് മറുത്തു പറയാൻ സക്രിയയ്ക്ക് ധൈര്യമുണ്ടായില്ല. തൻ്റെ നിഴൽ കണ്ടാൽ റോസ്ലിൻ തനിക്കെതിരായി ഒന്നും പറയില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വിഷ്ണു അയാളെ നോക്കി. പാലാ വിട്ട് നിങ്ങൾ എവിടേക്ക് പോകണമെങ്കിലും CIയുടെ അനുവാദം വാങ്ങിയിരിക്കണം. വിലങ്ങില്ലാത്ത തടവുകാരനാണ് താൻ. സക്രിയ അകത്തേക്ക് പിൻവാങ്ങി. അര ഗ്ലാസ് മദ്യം പകർന്ന് വെള്ളം ചേർക്കാതെ വിഴുങ്ങിയ ശേഷം മുരണ്ടു. ഈ നായിൻ്റെ മോനെ എന്തു വില കൊടുത്തും ഇല്ലാതാക്കണം. അവൻ സക്രിയക്കിട്ട് പണിയുക, പേപ്പട്ടി. അയാൾ വിക്ടറെ വിളിച്ചു. എന്നാ കറിയാച്ചാ? വിക്ടർ ഫോണെടുത്ത് ചോദിച്ചു. ആ വിഷ്ണു റോസിനെ ചോദ്യം ചെയ്യുകയാ. അവർ പോയി കഴിയുമ്പോൾ നീങ്ങു വരണം, നിനക്ക് കുറച്ച് ജോലിയുണ്ട്. അയാൾ കൊല്ലാനാണോ? അത് വന്നിട്ട് പറയാം. സക്രിയ ഫോൺ കട്ട് ചെയ്തിട്ട് ASI തമ്പിയെ വിളിച്ചും അത് തന്നെ പറഞ്ഞു. അപ്പോഴും റോസിലിൻ്റെ മുഖഭാവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അൻവറും നാൻസിയും. റോസിലിൻ്റെ കാലടി വിറയ്ക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. ബൈബിൾ കയ്യിൽ പിടിച്ച് നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം, വിഷ്ണു പറഞ്ഞു. അതങ്ങനെ ഇരിക്കട്ടെ. നിങ്ങളുടെ മകൾ ടെസ, അതായത് ഹിൽ വാലി പ്ലാന്റേഷന്റെ യഥാർത്ഥ ഉടമ ജീവിച്ചിരിപ്പുണ്ടെന്ന് റോസിലിന് ഉറപ്പുണ്ടോ? അത് എനിക്കറിയില്ല. എന്നാൽ ഞങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് മിസ്സായതിൻ്റെ പിറ്റേ ആഴ്ച ഗോവയിലെ മണ്ടോവി നദിയിൽ നിന്ന് അവളുടെ ശവം പോലീസ് കണ്ടെടുത്തു. റോസ്ലിൻ ഒന്ന് നടുങ്ങി. വാതിലിന്റെ കർട്ടന് മറവിൽ ശ്രദ്ധിച്ചു നിന്ന വേലക്കാരി ലാലിയുടെ മുഖം വിളറി. ഇതാണ് ടെസയുടെ ID കാർഡും തലയ്ക്ക് വെടിയേറ്റ സ്കള്ളും. വിഷ്ണു CIയെ നോക്കി. അൻവർ അലി പോക്കറ്റിൽ നിന്ന് 2 ഫോട്ടോഗ്രാഫുകളെടുത്ത് റോസിലിനെ കാണിച്ചു. അതിലേക്ക് നോക്കിയ റോസിലിന്റെ മിഴികൾ പിടഞ്ഞു. എൻ്റെ മോളെ. നേരത്തെ തേങ്ങൽ അവളിൽ നിന്നുണ്ടായി. പിന്നെ മോഹാലിസ്യപ്പെട്ട് വീണു. ASP ആംബുലൻസ് വരുത്തി റോസിലിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. റോസിലിന് പ്രഷർ കൂടിയതായിരുന്നു. ഒരു ഇഞ്ചക്ഷനും 2 മണിക്കൂർ റെസ്റ്റും കഴിഞ്ഞപ്പോൾ നോർമലായി. എങ്കിലും ഉച്ചവരെ ഡോക്ടർ റോസിലിനെ ഒബ്സർവേഷനിൽ കിടത്തി. പോലീസ് താനറിയാതെ ചോദ്യം ചെയ്യാതിരിക്കാൻ സക്രിയയും കൂടെയുണ്ടായിരുന്നു. ഡിസ്ചാർജ് ചെയ്തപ്പോൾ ASP വിഷ്ണു പറഞ്ഞു. ഞങ്ങളിപ്പോൾ റോസിലിനെ കൊണ്ടുപോവുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലെത്തിക്കാം. സക്രിയയ്ക്ക് തടയാൻ കഴിഞ്ഞില്ല. അയാൾ വിക്ടറേയും തമ്പിയെയും വിളിച്ചു. അവർ ഫോൺ എടുത്തില്ല. ബൽറാമിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. തമ്പിയും വിക്ടറും ഫോൺ എടുക്കുന്നില്ലല്ലോ. ബൽറാമെ, രാവിലെ വിളിച്ചതാ. അവരെ വിഷ്ണുവിൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. എപ്പോ? എന്നിട്ടെന്താ എന്നോട് താൻ പറയാതിരുന്നത്? സക്രിയ ദേഷ്യപ്പെട്ടു. ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാ കറിയാച്ചൻ വിളിച്ചത്, ബൽറാം പറഞ്ഞു. എടോ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാ. ഈ വിഷ്ണുവിനെ കുഴിച്ചുമൂടാൻ എത്ര പണം കൊടുക്കണം? അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കറിയാച്ച. എന്നാൽ ആ പന്നിയെ ഞാൻ വെടിവെച്ച് കൊല്ലും. അതൊക്കെ സൂക്ഷിച്ച് ആലോചിക്കണം. എടുത്തു ചാടരുത്. അയാൾ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞ് ചാടിയിട്ട് എന്താടോ കാര്യം? സക്രിയ അലറി. തനിക്കൊക്കെ എത്ര പണം ഞാൻ തന്നിട്ടുണ്ട്. ഈ ഒരു അത്യാവശ്യത്തിന് ഉപയോഗപ്പെടുമോ? ഹോട്ടലിന് മുന്നിലെത്തിയ കാറിനടുത്ത് നിന്നാണ് സക്രിയ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആരൊക്കെയോ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് അയാൾ സ്വരം താഴ്ത്തി സംസാരിച്ചു. ഇതേ സമയം വിഷ്ണുവിൻ്റെ ക്യാമ്പിലായിരുന്നു റോസ്ലിൻ. അവരുടെ മുന്നിലെ കറങ്ങുന്ന കസേരയിൽ ASP വിഷ്ണു. പിന്നിൽ CIയും SIയും നിൽക്കുന്നു. മറ്റാരുമില്ല. പക്ഷേ ഓരോ ചലനങ്ങളും കോപ്പി ചെയ്തുകൊണ്ട് ക്യാമറകളും മൈക്കുകളുമുണ്ട്. ഭിത്തിയിലെ വലിയ സ്ക്രീനിൽ പ്രകാശമുണ്ടായി. ലോറി തോമസിന്റെ കാർ ഇടിച്ച് തകർക്കുന്നത് അവൾ കണ്ടു. കുറേ നേരം നിശബ്ദയായി റോസ്ലിൻ ഇരുന്നു. പിന്നെ ചോദിച്ചു. സത്യമായും എൻ്റെ മകളെ കൊന്നോ? വിഷ്ണുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായി. നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ ധൈര്യപ്പെട്ടവർക്ക് മകളെ കൊല്ലാനാണോ പ്രയാസം? വേദനയുടെ ഒരു കടൽത്തിര റോസിലിൻ്റെ മുഖത്ത് വന്ന് മറിയുന്നത് വിഷ്ണുവും സംഘവും കണ്ടു. നിങ്ങൾ സക്രിയയുടെ ചതിയിൽപ്പെട്ടു. പിന്നെ റോസിലിനെ അയാൾ പറയുന്നത് അനുസരിക്കേണ്ടി വന്നു. വിഷ്ണു റോസിലിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് പോലെ പറഞ്ഞു. ഭർത്താവിനെയും മകളെയും അയാൾ കൊന്നു. ഇനി അടുത്ത ഇര നിങ്ങളാണെന്നും അറിയാം. ആ മൃഗം നിങ്ങളോട് കരുണ കാണിക്കില്ല. പള്ളിയിലേക്കും ധ്യാന കേന്ദ്രത്തിലേക്കും പോയാൽ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് റോസിലിന് ഉറപ്പുണ്ടോ? വിഷ്ണു ചോദിച്ചു.
ഞാൻ പറയാം, എൻ്റെ അറിവോടെയാ എൻ്റെ ഭർത്താവിനെ കൊന്നത്. അത് ആക്സിഡൻ്റ് അല്ല. റോസിലിന് നിയന്ത്രണം വിട്ടുപോയി. പല പ്രാവശ്യം തെറ്റേറ്റു പറഞ്ഞ് ഞാൻ കുമ്പസാരിച്ചതാ. എന്നിട്ടും എൻ്റെ മനസ്സ് ശാന്തമായില്ല. സക്രിയയാണ് കൊല്ലിച്ചത്. എൻ്റെ കുഞ്ഞും പോയി. എൻ്റെ മോളെ തൊടുകയില്ലെന്ന് അയാൾ വാക്കു തന്നതായിരുന്നു. എന്നിട്ടും അവനെ ശിക്ഷിക്കണം. അല്ലെങ്കിൽ എനിക്ക് മരിച്ചാലും മനസ്സമാധാനം കിട്ടില്ല. എൻ്റെ ദൈവമേ! റോസിലിൻ മുഖം പൊത്തി കരഞ്ഞു. ക്യാബിനിലിരുന്ന ചെറുപ്പക്കാരൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിഷ്ണുവിൻ്റെ നേരെ വിരലുയർത്തി കാണിച്ചു. 1 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം റോസിലിനെ വീട്ടിലെത്തിച്ചു. സക്കറിയ അവിടെ ഇല്ലായിരുന്നു. ASI തമ്പിയെ അൻവർ വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ആക്സിഡന്റിന്റെ മഹസർ തയ്യാറാക്കിയത് താനല്ലേ? അതെ സാർ. ലോറിയുടെ ബ്രേക്ക് പോയതാണല്ലേ? അതെ സാർ. വർക്ക്ഷോപ്പിലെ മേസ്ത്രിയുടെ റിപ്പോർട്ടുണ്ട് സാർ. നമ്മുടെ ടെക്നീഷ്യന്മാരും പരിശോധിച്ചു, സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. വിഷ്ണു റിപ്പോർട്ട് അയാളുടെ മുന്നിൽ വെച്ചു. റോഡിന് മുകളിലെ വീട്ടിൽ താമസിക്കുന്ന ജോസഫ് ആക്സിഡന്റിന് സാക്ഷിയാണ്. താൻ അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ മഹസറിൽ അത് ഒരു സാക്ഷിയുമില്ലെന്നാണല്ലോ താൻ എഴുതിയിരിക്കുന്നത്. തമ്പിയുടെ നാവിറങ്ങിപ്പോയി. തമ്പി എഴുതി കൊടുത്തു. ബൽറാം ഒപ്പിട്ട് കോടതിയിൽ സമർപ്പിച്ചു. പകരം തമ്പിക്ക് ലഭിച്ചത് തൊടുപുഴ വാഴക്കുളത്ത് 1 ഏക്കർ പൈനാപ്പിൾ തോട്ടം അല്ലേ? സാറേ, തെറ്റിപ്പോയി, രക്ഷിക്കണം സാറേ. തമ്പി ASPയുടെ കാലിൽ വീണു. വിഷ്ണു അയാളെ പിടിച്ചുയർത്തിയിട്ട് കരണത്തൊന്ന് പൊട്ടിച്ചു. തമ്പി നിലവിളിച്ചു പോയി. ഇവനെ ഈ മുറിയിലിട്ടിട്ട് മറ്റവനെ കൊണ്ടുവാ. ഇവനിനി കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി, വിഷ്ണു CIയോട് നിർദ്ദേശിച്ചു. അൻവർ തമ്പിയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ വിക്ടറുമായി വന്നു. രക്തമയം പോയതുപോലെ വിക്ടറിന്റെ മുഖം വിളറിയിരുന്നു. സക്രിയയുടെ പ്രധാന ഗുണ്ട നീയാണല്ലേ? വിഷ്ണു ചോദിച്ചു. വിക്ടർ യൂണിഫോമിൽ നിൽക്കുന്ന നാൻസിയെ നോക്കി. അരുതാത്തത് എന്തെങ്കിലും വായിൽ നിന്ന് വീണാൽ അവളുടെ അടി കിട്ടുമെന്ന് ഉറപ്പാണ്. ടെസ തോമസിനെ ഗോവയിലേക്ക് താൻ കൊണ്ടുപോയി? വിഷ്ണു ചോദിച്ചു. അയാൾ അറിയാതെ തലയിളക്കി. നിനക്ക് നാവില്ലടാ. നാൻസി മുരണ്ടുകൊണ്ട് മുന്നോട്ടാഞ്ഞു. അതെ സാർ. എന്നിട്ട് അവളെ കൊന്ന് പുഴയിൽ തള്ളി. ഇല്ല സാറേ, ഞാൻ കൊന്നില്ല. കാർലോസിന് വിറ്റു. അവളെ രക്ഷിക്കുകയാണ് ചെയ്തത്. വിക്ടർ ഭീതിയോടെ തമ്പിയെ കൊണ്ടുപോയ ഭാഗത്തേക്ക് മുഖം തിരിച്ചു. നാൻസിയും അൻവറും വിഷ്ണുവിനെ നോക്കി. ടെസ എൻ്റെ ഫ്രണ്ടാ. അവളെ കൊല്ലാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല സാറേ. പെൺവാണിപ്പമല്ലേടാ കാർലോസിൻ്റെ തൊഴിൽ? അതെ സാറേ, വിക്ടർ മന്ത്രിച്ചു. കാർലോസ് ആണോ ടെസയെ കൊന്നത്? വിക്ടർ എന്തോ പറയാൻ വന്നത് നിർത്തി. അയാൾ കൊന്നില്ല അല്ലേ? ഇല്ല സാറേ. ഇപ്പോൾ അവളെവിടെയാ? വിക്ടർ മിണ്ടിയില്ല. പറഞ്ഞോ, താൻ പ്രതിയാ. രക്ഷയില്ലെന്നറിയാമല്ലോ നിനക്ക്. ടെസ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സക്രിയയും ബൽറാമും എന്നെ കൊല്ലും സാറേ, വിക്ടർ പരവശനായി പറഞ്ഞു. നീ ചെയ്തത് പാപമാണ്. പാപത്തിന്റെ പ്രതിഫലം മരണമാണെന്ന് നിനക്കറിയില്ലേ? വിക്ടർ മിണ്ടിയില്ല. വിഷ്ണു കൈ ഞൊടിച്ചു. ഭിത്തിയിൽ പ്രകാശമുണ്ടായി. കാസിനോ ടൈറ്റനിലെ ഹാൾ കണ്ട് വിക്ടർ അമ്പരന്നു. റൂളറ്റ് കറക്കിക്കൊണ്ട് നിൽക്കുന്ന മനീഷ, ചുറ്റും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ചൂതാട്ടക്കാർ, പിന്നിൽ ഡാൻസ് ചെയ്യുന്ന മെക്സിക്കൻ സുന്ദരി. മനീഷ മുഖമുയർത്തി നോക്കി. വിക്ടറെ! മനീഷ ചിരിച്ചുകൊണ്ട് പേര് വിളിച്ചപ്പോൾ വിക്ടർ വല്ലാത്ത ഒരവസ്ഥയിലായിപ്പോയി. സ്ക്രീനിൽ വെളിച്ചം മാഞ്ഞു. വിക്ടർ അമ്പരപ്പോടെ ASP വിഷ്ണുവിനെ നോക്കി. അദ്ദേഹം അറിയാത്തതൊന്നുമില്ലെന്ന് വിക്ടറിന് ഉറപ്പായി. ഇനി 2 കൈ നീട്ടി ശിക്ഷ സ്വീകരിച്ചാൽ മതി. വിക്ടർ വലിയ വെന്റിലേഷനിലൂടെ വെളിയിലേക്ക് നോക്കി. ഇരുട്ടാണ്. രാത്രിയിലാണ് സക്രിയയും ബൽറാമും തിരിച്ചു വന്നത്. ഉടനെ സക്രിയ റോസിലിന്റെ മുറിയിലേക്ക് ചെന്നു. ബെഡിലിരുന്ന റോസലിൻ അയാളെ കണ്ട് എഴുന്നേറ്റു. കയ്യിലിരുന്ന ആപ്പിളും കത്തിയും മേശപ്പുറത്ത് വെച്ചു. പോലീസുകാരെ നിന്നെ എപ്പോഴാ വിട്ടത്? സക്രിയ ചോദിച്ചു. ഉടനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. നീ അവരോട് എന്തൊക്കെ പറഞ്ഞു? റോസലിൻ അയാളെ നോക്കി. ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഭർത്താവിനെയും മകളെയും കൊന്നെന്ന് പറഞ്ഞു. നീ എന്താ തമാശ പറയുകയാണോ? അല്ല, സത്യമാ. എൻ്റെ മോളെ കൊന്ന നിങ്ങളെ ഞാൻ വെറുത്തുപോയി. റോസിലിൻ്റെ ശബ്ദമുയർന്നു. സക്രിയ മേശയിലിരുന്ന കത്തിയെടുത്തു. നീ എന്നെ ഒറ്റിക്കൊടുത്തോടി. അയാൾ ആഞ്ഞു കുത്തി. അവൾ തടുത്തു. വിരലുകൾക്കിടയിലൂടെ കത്തി വയറ്റിൽ കയറി. വലിച്ചൂരി വീണ്ടും കുത്തി. കൊല്ലുന്നേ! വെളിയിൽ നിന്ന ബൽറാം റോസിലിന്റെ നിലവിളി കേട്ടു. കോട്ടയം ക്ലബിൽ റബ്ബർ ഡീലറുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു വിക്ടർ. അപ്പോഴാണ് ഉമ്മർ ഷെരീഫിന്റെ ഫോൺ വന്നത്. വിക്ടറെ, സക്രിയാച്ചന്റെ ഭാര്യയ്ക്ക് കുത്തേറ്റു. വിക്ടർ നടുങ്ങി. വയറ്റിലെ നെഞ്ചിലുമായി 3-4 കുത്തുണ്ട്. സക്രിയയുടെ ഡ്രൈവറാണ് ഷെരീഫ്. വിക്ടറിന് തല കറങ്ങുന്നതായി തോന്നി. മരിച്ചോ ഇക്കാ? രക്ഷയില്ലെന്നാ പറഞ്ഞത്. ഇപ്പോൾ മരിയ ഹോസ്പിറ്റലിലാ. ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ചങ്കും മത്തങ്ങയും കൊടലും എല്ലാം മുറിഞ്ഞ് കഷ്ണങ്ങളായി കാണും. എൻ്റെ ദൈവമേ! വിക്ടർ സമയം നോക്കി. രാത്രി 10 മണിയാകുന്നു. ആരാ കുത്തിയത് ഷെരീഫിക്ക? ആരാണെന്നറിയില്ല. ഹോസ്പിറ്റലിൽ ഞങ്ങളൊക്കെയുണ്ട്. സക്രിയാച്ചനും ബൽറാം സാറും. സക്രിയയുടെ മുഖമാണ് വിക്ടറിന്റെ മനസ്സിലേക്ക് വന്നത്. അയാൾ അറിയാതെ റോസലിന് ഒന്നും സംഭവിക്കില്ല. വിക്ടർ സുഹൃത്തിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി പുറപ്പെട്ടു. മരിയ ഹോസ്പിറ്റലിൽ വിവരമറിഞ്ഞ് ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. ഫാക്ടറിയിലെയും പ്ലാന്റേഷനിലെയും സ്റ്റാഫുകൾ. പ്രതീക്ഷിക്കേണ്ട വിക്ടറെ, റോസലിന്റെ ആയുസ് തീർന്നു. പ്ലാന്റർ തോമസിന്റെ വിശ്വസ്തനായ പർച്ചേസിംഗ് മാനേജർ മാത്യു പറഞ്ഞു. കണക്കില്ലാത്ത പണമുണ്ടായിട്ടെന്താ കാര്യം? ആ കുടുംബം ആരും അവശേഷിക്കാതെ തീർന്നില്ലേ? ആരാ കുത്തിയത്? വിക്ടർ അവിടെ നിന്നവരെ നോക്കി. ആരും മറുപടി പറഞ്ഞില്ല. ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇൻസ്പെക്ടർ ബൽറാം യൂണിഫോമിൽ ഇറങ്ങി വന്നു. വിക്ടറെ, നീ എവിടായിരുന്നു?
എങ്ങനെയുണ്ട് ആൻറ്റിക്ക്? അയാൾ തിരക്കി. ക്രിട്ടിക്കലാ, ഡോക്ടർമാർ ഒന്നും വിട്ടു പറയുന്നില്ല. 4 ബോട്ടിൽ ബ്ലഡ് കൊടുത്തു. എങ്ങനെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാ. എന്താ സാറേ ഉണ്ടായത്? വിക്ടർ അസ്വസ്ഥനായി. വിക്ടറെ, ഞങ്ങൾക്കും കൂടുതലൊന്നും അറിയില്ല. ഞാനും കറിയാച്ചനും ടൗണിലായിരുന്നു. 8 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വേലക്കാരി ലാലിയുടെ ഫോൺ വന്നു. റോസിലിനെ ആരോ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചെന്ന്. ബൽറാം അത് ഓർക്കുന്നതുപോലെ വിക്ടറിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞങ്ങൾ ഉടനെ പാഞ്ഞു ചെന്നു. റോസ്ലിൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാ കണ്ടത്. ജീവനുണ്ടായിരുന്നു. വേഗം കാറിൽ കയറ്റി ഇവിടെ എത്തിച്ചു. ബൽറാം പറഞ്ഞ കഥ കേട്ട് വിക്ടർ ഉള്ളിൽ ചിരിച്ചു. എന്നിട്ട് പ്രതിയെ കിട്ടിയോ? വിക്ടർ ചോദിച്ചു. താൻ പറഞ്ഞത് അവൻ വിശ്വസിച്ചിട്ടില്ലെന്ന് ബൽറാമിന് തോന്നി. ഇല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാ. നേരം പുലരുന്നതിന് മുമ്പ് അവൻ പിടിയിലാകും, ബൽറാം പറഞ്ഞു. വിക്ടർ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്ന് നോക്കി. സക്രിയ കസേരയിൽ തളർന്നിരിക്കുന്നുണ്ട്. വിക്ടർ അടുത്തേക്ക് ചെന്നു. കറിയാച്ചായ, ആരാണത് ചെയ്തത്? സക്രിയ അയാളെ നോക്കി. പിന്നെ ചുമലിൽ പിടിച്ചു. അറിയില്ലെന്ന അർത്ഥത്തിൽ തലയിളക്കി. സങ്കടം കൊണ്ട് അയാൾക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. എല്ലാം കണ്ടുകൊണ്ട് ഡോക്ടർ ഫാദർ ക്രിസ്റ്റഫർ നിശബ്ദനായിരിക്കുന്നു. വിക്ടർ ക്യാബിനിൽ നിന്നിറങ്ങി. ടെസയെ അറിയിക്കണ്ടേ? അവൾ ഇങ്ങോട്ട് വന്നാൽ ടെസ ജീവിച്ചിരിക്കുന്നെന്ന് എല്ലാവരും അറിയും. അതോടെ തന്റെ അന്ത്യവും സംഭവിക്കാം. 5 മണിക്കൂർ നേരത്തെ ഓപ്പറേഷന് ശേഷം രാത്രി 2 മണിയോടെ റോസിലിനെ തിയേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റി. സക്രിയയും ബൽറാമും വിക്ടറും ICUവിന് മുന്നിലുണ്ടായിരുന്നു. റോസിലിന് വേണ്ടി ഒരു പ്രത്യേക മുറിയാണ് സജ്ജീകരിച്ചത്. എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടായിരുന്നു. മിസ്റ്റർ സക്രിയ, വി ഡു അവർ ലെവൽ ബെസ്റ്റ്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൃപയ്ക്ക് വിട്ടുകൊടുക്കാം, ഫാദർ ക്രിസ്റ്റഫർ പറഞ്ഞു. സക്രിയ ആചാര്യബാഹുവായ അച്ഛനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒരു അറ്റൻഡർ ഓക്സിജൻ സിലിണ്ടർ ട്രോളിയിൽ വെച്ച് തള്ളിക്കൊണ്ടുവന്നപ്പോൾ വിക്ടർ ഒതുങ്ങി നിന്നു. പല ചിന്തകൾ കൊണ്ട് വിക്ടർ അസ്വസ്ഥനായി. വിക്ടറെ, നിന്നെ കണ്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാ. എന്താ നിനക്കൊരു പരിഭ്രാന്തി? സക്രിയ ചോദിച്ചു. റോസിലിൻ ആൻറ്റി മരിച്ചാൽ എസ്റ്റേറ്റിനും ഫാക്ടറിക്കും അവകാശികളില്ലാതാവൂലേ? ടെസയുടെ ചിന്ത മറച്ചുവെച്ച് വിക്ടർ ചോദിച്ചു. അവകാശിയില്ലെന്ന് ആരാ പറഞ്ഞത്? ബൽറാം ചോദിച്ചു. ഇതല്ലേ അവകാശി, പ്ലാന്റർ സക്രിയ. ആ സംസാരം അവിടെ ആരും കേൾക്കുന്നില്ലായിരുന്നു. 2 ലാർജ് കഴിക്കാത്തതിന്റെ അസ്വസ്ഥതയാ, സക്രിയ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. വാ, നമുക്ക് പുറത്തേക്കിറങ്ങാം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാനേജർമാരുണ്ട്. മൊബൈൽ അടിക്കുന്നത് കേട്ട് വിക്ടർ നോക്കി. പരിചയമില്ലാത്ത നമ്പറാണ്. ട്രൂ കോളറിൽ ഗോവയെന്ന് കണ്ടപ്പോൾ ഉള്ളു കിടുങ്ങി. അവൻ കോറിഡോറിന്റെ അറ്റത്തേക്ക് പോയി. അവനൊരു കാര്യവും അറിയരുത്, ബൽറാം മുന്നറിയിപ്പ് കൊടുത്തു. ഇല്ല, സക്രിയ മന്ത്രിച്ചു. സ്റ്റെയർ കേസിന് മുകളിലെത്തി വിക്ടർ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വിക്ടറെ, ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു. ടെസ. ആരാ എൻ്റെ അമ്മയെ കുത്തിയത്? വിക്ടറിന്റെ ചിരകളിലൂടെ ഒരു മരവിപ്പ് പടർന്നു കയറി. അറിയില്ല ടെസ, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാ, അവൻ സംഭവം പറഞ്ഞു. സക്രിയയുടെയും ബൽറാമിന്റെയും പോലീസല്ലേ? ടെസയെ എങ്ങനെ വിവരം അറിയിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഫോൺ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. ഞാനെല്ലാം അറിഞ്ഞു. അമ്മയുടെ ചെറുകുടൽ മുറിഞ്ഞു. അമ്മ തടുത്തതുകൊണ്ട് നെഞ്ചിലെ കുത്തുകൾ ആഴത്തിലുള്ളതല്ല. ഹാർട്ടിനും ലിവറിനും ലങ്സിനും ഒന്നും മുറിവില്ല. താൻ അറിയാത്ത കാര്യങ്ങളാണ് ടെസ പറയുന്നത്. ഏത് ഡോക്ടറാണ് അവൾക്ക് വിവരം കൊടുത്തത്? ടെസ അമ്മയെ കാണാൻ വരുന്നുണ്ടോ? ഉത്തരമുണ്ടായില്ല. കോൾ കട്ടായി. വിക്ടർ ഉടനെ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ദിസ് നമ്പർ ഈസ് നോട്ട് എക്സിസ്റ്റ്. ഈ നമ്പർ നിലവിലില്ല. ഫോണിൽ നിന്ന് ലഭിച്ച മറുപടി അതായിരുന്നു. കാലടി കേട്ട് നോക്കുമ്പോൾ സക്രിയയും ബൽറാമും അടുത്തു വരുന്നു. ആരാ വിളിച്ചത്? ബൽറാം തിരക്കി. തോട്ടത്തിലെ ജോലിക്കാരാ. മാഡത്തിന്റെ വിവരം അന്വേഷിച്ചതാ, വിക്ടർ ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. വിക്ടർ ഇവിടെ നിൽക്കണം, ഞങ്ങളൊന്ന് പുറത്തു പോകുക, സക്രിയ പറഞ്ഞു. ശരി, അയാൾ ശിരസിളക്കി. സക്രിയയും ബൽറാമും സ്റ്റെയർ കേസ് ഇറങ്ങിപ്പോയി. ബംഗ്ലാവിൽ 2 പോലീസുകാരെ ഡ്യൂട്ടിക്കിട്ടിരുന്നു. സക്രിയ മുറിയിലെത്തി ഒരു ഗോർബച്ചേവ് വോഡ്ക ഒഴിച്ചു കുടിച്ചു. നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമോടോ? സക്രിയ ചോദിച്ചു. നടത്തും, ബൽറാം പറഞ്ഞു. ആ അൻവറും നാൻസിയും വന്ന് അന്വേഷിച്ചിട്ട് പോയത് കണ്ടോ? ASP വിഷ്ണു നമ്മുടെ കഥയൊന്നും വിശ്വസിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നാളെ പ്രതിയെ പിടികൂടും. അവൻ കുറ്റം സമ്മതിക്കും. കുത്തിയ കത്തിയും കണ്ടെടുക്കും. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പോരെ? പ്രതി കോടതിയിൽ കുറ്റം സമ്മതിച്ചാൽ പിന്നെ വിഷ്ണു IPS സക്രിയയെ എന്നാ പുലർത്താനാ? ബൽറാം ചോദിച്ചു. സക്രിയ പ്രിയ സ്നേഹിതനെ നോക്കി ചിരിച്ചു. പനാജിയിലെ മനീഷയുടെ വീടിനു മുന്നിൽ രാജീവ് മേനോന്റെ ബെൻസ് കാർ വന്നു നിന്നു. ഡേവിഡാണ് ഡ്രൈവ് ചെയ്തത്. അവർ അകത്തേക്ക് ചെന്നു. 4-5 പേർ അവിടെയുണ്ട്. സോഫയിലിരുന്ന മനീഷ എഴുന്നേറ്റു. കിട്ടിയ ഫ്ലൈറ്റിന് ഞാൻ മുംബൈയിൽ നിന്ന് പുറപ്പെട്ടു. മനീഷയ്ക്ക് നാട്ടിൽ പോകണ്ടേ? രാജീവ് മേനോൻ ചോദിച്ചു. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് മമ്മിയെ കാണണമെങ്കിലേ. മമ്മിക്ക് ആരുമില്ല. മനീഷയുടെ ശബ്ദം പതറി. ഡേവിഡ് വിഷമത്തോടെ അവളെ നോക്കി. എന്തൊക്കെ തെറ്റ് ചെയ്താലും മമ്മിക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. അയാൾ ഇന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാൻ മമ്മിയാ പറഞ്ഞത്. കൊച്ചിക്കൊരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ പറയട്ടെ? രാജീവ് മേനോൻ ചോദിച്ചു. ഇവിടെ നിന്ന് വാസ്കോ, അവിടെ നിന്ന് കൊച്ചി. എയർപോർട്ടിൽ കാറുണ്ടാകും, നമ്മുടെ ആളുകളും. ഡേവിഡേ, രാജീവ് മേനോൻ ഡേവിഡിന് നിർദ്ദേശം നൽകി. നേരം വെളുക്കാറായപ്പോൾ റോസിലിന് ബോധം തെളിഞ്ഞെന്ന് ഡോക്ടർ വന്ന് സക്രിയയോട് പറഞ്ഞു. വിസിറ്റേഴ്സ് റൂമിൽ ബൽറാമും ഉണ്ടായിരുന്നു. ഇരുവരും ICUവിലേക്ക് ചെന്നു. പ്രത്യേക ഡ്രസ്സിട്ടാണ് അവരെ അകത്ത് കയറ്റിയത്. സക്രിയയെ കണ്ട് റോസ്ലിനൊന്ന് പതറി. നിന്നെ കുത്തിയതാരെന്ന് നിനക്കറിയില്ലെന്ന് വേണം ഡോക്ടറോടും പോലീസിനോടും പറയാൻ, സക്രിയ അവളുടെ മുഖത്തിന് നേരെ കുനിഞ്ഞു പറഞ്ഞു.
എൻ്റെ പേരെങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർക്കും, മനസ്സിലായോടെ? റോസ്ലിൻ ഒന്ന് വിറച്ചു. സക്രിയ ബൽറാമിനെ നോക്കി ചിരിച്ചു. പുഞ്ഞൂസും ഷേർലിയും വന്ന് ഗ്ലാസ്സിലൂടെ റോസ്ലിനെ കണ്ടു. നേരം വെളുക്കുകയായിരുന്നു. ഒരു നേഴ്സ് മുഖത്ത് മാസ്ക് ധരിച്ച് ICUവിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കടന്നു. റോസ്ലിൻ ഉറക്കമുണർന്ന് പാതി മയക്കത്തിൽ കിടക്കുകയായിരുന്നു. ഡ്യൂട്ടി നേഴ്സ് കസേരയിൽ ചാരിയിരുന്ന് മയങ്ങുന്നു. പാദപതനം കേൾപ്പിക്കാതെ ഒരാൾ അടുത്തു വരുന്നത് റോസ്ലിൻ അറിഞ്ഞു. അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. നേഴ്സ് മാസ്ക് താഴ്ത്തി വിളിച്ചു, മമ്മി. അന്തരാത്മാവ് മകളെ തിരിച്ചറിഞ്ഞതുപോലെ റോസ്ലിൻ ഒന്ന് പിടച്ചു. ടെസ റോസ്ലിൻ്റെ കയ്യിൽ മൃദുവായി പിടിച്ചു. മമ്മിയുടെ മോളാ, ഞാനിവിടെ ഉണ്ട്, മമ്മി ഒന്നും പേടിക്കണ്ട. റോസ്ലിൻ വിശ്വസിക്കാനാവാതെ മിഴിച്ചു നോക്കി. 10 മിനിറ്റിന് ശേഷം ടെസ ICUവിൽ നിന്ന് ഇറങ്ങി. എതിരെ വന്ന ഇൻസ്പെക്ടർ ബൽറാം ആ നേഴ്സിനെ കണ്ടു. ഇരുവരും അടുത്തു വന്നു. ടെസ, പെട്ടെന്ന് അയാൾ അവളെ തിരിച്ചറിഞ്ഞു. ബൽറാം അമ്പരപ്പോടെ ടെസയെ നോക്കി. റോസ്ലിനെ കാണാൻ വന്ന ഇവൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടും യാതൊരു ഭാവമാറ്റവും വരുത്താതെ മുന്നോട്ട് വരുന്നു. ബൽറാം അവളുടെ മുന്നിൽ നിന്നു. നിൽക്ക്. ടെസ നിന്നു. അയാളുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി. നീ ടെസയല്ലേ? അതെ, ടെസ തോമസ്. അവൾ തരിമ്പും ഭയപ്പെടാതെ പറഞ്ഞു. ബൽറാം പെട്ടെന്ന് തോക്കെടുത്തു. ആൾമാറാട്ടം നടത്തിയിട്ട് എൻ്റെ മുന്നിൽ വന്ന് കളിക്കുന്നോടി. നിന്നെ പോലീസ് അന്വേഷിക്കുക. യു ആർ അണ്ടർ അറസ്റ്റ്. പെട്ടെന്ന് തന്റെ മുതുകിൽ എന്തോ കുത്തിയതറിഞ്ഞ് ബൽറാം തിരിഞ്ഞു നോക്കി. പിന്നിൽ നിന്ന ഡേവിഡിനെ അയാൾ തിരിച്ചറിഞ്ഞു. താൻ തോക്ക് കണ്ടിട്ടല്ലേ ഉള്ളൂ, ആരെയും ഷൂട്ട് ചെയ്ത് കൊന്നിട്ടില്ലല്ലോ. ഡേവിഡ് പിസ്റ്റളുടെ കുഴൽ ഒന്നുകൂടി അമർത്തി. അപ്പോൾ സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ട 2 ഡോക്ടർമാർ അടുത്തു വന്ന് അയാളോട് ചേർന്ന് നിന്നു. ആ നിമിഷം പിസ്റ്റളുകൾ ഇരുവശത്തെയും വാരിയലുകൾക്കിടയിൽ അമർന്നു. ആ തോക്കുകൾ പൊട്ടിയാൽ തന്റെ നെഞ്ചിൻ കൂടിനകം കലങ്ങിപ്പോകുമെന്ന് ബൽറാം തിരിച്ചറിഞ്ഞു. തയ്യാറെടുപ്പോടെയാണ് ടെസ വന്നിരിക്കുന്നത്. അയാൾ അവളെ പകച്ചു നോക്കി. നരഭോജിയുടെ മടിയിലേക്ക് ഞാൻ കയ്യും വീശി വരുമെന്ന് താൻ കരുതിയോ? ഒരു പരിഹാസ പുഞ്ചിരിയോടെ ടെസ ചോദിച്ചു. പാലയിൽ താൻ കണ്ടിട്ടുള്ള ടെസയല്ല ഇത്. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാ. ഇനി അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തൻ്റെ ഈ തല ഞാനിങ്ങെടുക്കും. മീനച്ചിലാറ്റിലെ ഞണ്ടുകൾ അതിൽ കൂടുകൂട്ടും. തോക്കുപയോഗിക്കാൻ കഴിയാത്ത പ്രതിമ പോലെ അയാൾ നിന്നുപോയി. ഡേവിഡ് അയാളുടെ കയ്യിൽ നിന്ന് റിവോൾവർ പിടിച്ചു വാങ്ങി. അത് തുറന്ന് ബുള്ളറ്റുകൾ വെളിയിലെടുത്തു. ഉള്ളിൽ രോഷം നോരിഞ്ഞു കത്തിയെങ്കിലും പ്രതികരിക്കാൻ ധൈര്യമുണ്ടായില്ല ബൽറാമിന്. കോറിഡോറിലൂടെ ആരൊക്കെയോ വരുന്നുണ്ട്. തന്നെ ഞാൻ വെറുതെ വിട്ടെന്ന് കരുതണ്ട, ടെസ അയാളോട് പറഞ്ഞു. താനും സക്രിയയും ചെയ്തതിനെല്ലാം കണക്ക് ചോദിക്കാനാ ദൈവം എന്നെ അവശേഷിപ്പിച്ചത്. തന്റെ തലയ്ക്ക് മുകളിൽ ഞാനുണ്ടാകും. ടെസ ബൽറാമിനെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിയതിനു ശേഷം കടന്നുപോയി. ഒപ്പം ഡേവിഡും മറ്റു കമാൻഡോകളും. പോർച്ചിലേക്ക് ഒരു കറുത്ത ബെൻസ് റിവേഴ്സിൽ വന്നു നിൽക്കുന്നത് ബൽറാം കണ്ടു. ഡേവിഡ് ഡോർ തുറന്നു കൊടുത്തു. ടെസ അതിൽ കയറി. 2 മിനിറ്റിനുള്ളിൽ കാർ അവരെയും കൊണ്ട് അപ്രത്യക്ഷമായി. ബൽറാം ഫോണെടുത്ത് സക്രിയയെ വിളിച്ചു. തനിക്കുറപ്പായിരുന്നു മനീഷ ടെസയാണെന്ന്. പക്ഷേ സക്രിയ സമ്മതിച്ചില്ല. അയാൾ വിക്ടറെയാണ് വിശ്വസിച്ചത്. മറുവശത്ത് റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. നേരം വെളുത്തു തുടങ്ങുന്നതേയുള്ളൂ. ഉറക്കം നഷ്ടപ്പെട്ട സക്രിയ വിക്ടറെ വിളിച്ചു വരുത്തി സംസാരിക്കുകയായിരുന്നു. എടാ, വിഷ്ണു IPS ജീവിച്ചിരുന്നാൽ നമ്മൾ അഴിയെണ്ണും, സക്രിയ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെലവ് വന്നാലും ശരി, അവനെ തീർക്കണം. ഒരു സഞ്ചി നിറയെ നോട്ടുകെട്ടുകളെടുത്ത് വിക്ടറിന് മുന്നിൽ വെച്ചു. അവന്റെ ചോരയ്ക്കുള്ള അഡ്വാൻസ്. സക്രിയ സംസാരിക്കുന്നതിനിടയിൽ മുന്നിലിരുന്ന ഫോൺ ശബ്ദിച്ചു. ബൽറാം ആണല്ലോ. അയാൾ ഫോൺ എടുത്തു. എന്നാ ബൽറാമേ, നിനക്കും എന്നെ പോലെ ഉറക്കമില്ലേ? ഞാൻ വിക്ടറോട് കറിയാച്ചാ. ടെസ ഇപ്പോൾ വന്ന് റോസിലിനെ കണ്ടു, അയാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. ടെസയോ? സക്രിയ നടുങ്ങി. വിക്ടറിന്റെ മുഖത്തെ രക്തച്ചെവി മാഞ്ഞു. അത് സംഭവിച്ചു. ബൽറാം ഫോണിലൂടെ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന വിക്ടറിന് കേൾക്കാമായിരുന്നു. തന്റെ പുക്ക് കാണാനാ അവൾ വന്നിരിക്കുന്നത്. അവൻ എന്റെ അടുത്തുണ്ട്, സക്രിയ പറഞ്ഞു. അവനെ ഒറ്റപടിക്ക് കൊല്ലരുത്. കൈയും കാലും മുറിച്ച് ടെസയുടെ മുറിയിൽ കെട്ടിത്തൂക്കണം. അവൾ കാണണം നമ്മൾ ആരാണെന്ന്. അത് കേട്ട് സക്രിയ നോക്കി. വിക്ടർ കൂട്ടിലായ പുലിയെ പോലെ പരിഭ്രാന്തരാണ്. വിക്ടർ മനീഷയുടെ കാറിൽ കയറി വന്നതും എയർപോർട്ടിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നതുമൊക്കെ കറിയാച്ചന് ഓർമ്മയില്ലേ? എല്ലാം അവന്റെ പദ്ധതിയാ. ടെസയും അവളുടെ ഗോവൻ ഗുണ്ടകളും പാലക്കാരോട് കളിച്ചാൽ എന്താവുമെന്നറിയണം. ബൽറാം സംസാരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് മുറിഞ്ഞു. ഒരു മിലിറ്ററി ജീപ്പ് അയാളുടെ മുന്നിൽ പാഞ്ഞു വന്നു നിന്നു. SI നാൻസി കോട്ടൂരും CI അൻവർ അലിയും ചാടിയിറങ്ങി അയാളെ പിടികൂടി. ബൽറാം കുതിരയോടെ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവരയാളെ ബലമായി ജീപ്പിൽ കയറ്റി. ബൽറാം, സക്രിയ പല പ്രാവശ്യം വിളിച്ചു. കോൾ കട്ടായി. മറുവശത്തെ എന്തോ സംഭവിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായി. പകച്ചു നിന്ന വിക്ടറിന്റെ ചുമലിൽ സക്രിയ പിടിച്ചു. ടെസയെ കൊന്ന് നീ മണ്ടോവി നദിയിൽ താഴ്ത്തി അല്ലേടാ കഴിവറുടെ മോനെ. സക്രിയ അവന്റെ കർണത്തൊന്ന് പൊട്ടിച്ചു. പിന്നെ കൈത്തോക്കെടുത്തു. കറിയച്ചായ, ആ തെണ്ടി പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ. പക്ഷേ എനിക്കും നിങ്ങൾക്കും അവൾ ടെസയാണെന്ന് ബോധ്യപ്പെടണ്ടേ? വിക്ടർ കച്ചിത്തിരുമ്പിൽ പിടിച്ചു. ബൽറാം പറഞ്ഞത് നേരാണെങ്കിൽ അവൾ ഈ പാലയിൽ കാണുമല്ലോ. പോലീസ് വിചാരിച്ചാൽ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്ത് നേരെ പുലരുമ്പോഴേക്കും ടെസയെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വിക്ടർ ചോദിച്ചു. അത് ശരിയാണെന്ന് സക്രിയയ്ക്ക് തോന്നി. കേരള കാറില് ബൽറാമിനെ നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കാം, അയാൾ നിർദ്ദേശിച്ചു. അത് ടെസയാണെങ്കിൽ നിന്നെ ഞാൻ ഈ വണ്ടിയിലിട്ട് കൊല്ലും. പിന്നെ ഈ കാറോടെ കുഴിച്ചു മൂടും. കാർ പാഞ്ഞു പോകുമ്പോൾ സക്രിയ വിക്ടറിന്റെ കണ്ണുകളിൽ നോക്കി മുരണ്ടു.
ഷെരീഫ് നിശബ്ദനായി കാർ ഓടിച്ചുകൊണ്ടിരുന്നു. കാർ മരിയ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നു. പരിസരം ഉണരുന്നതേയുള്ളൂ. സക്രിയയുടെ വിശ്വസ്തനായ സെക്യൂരിറ്റി സ്റ്റാഫ് ബാബു ഓടി വന്നു. കട്ടിയുള്ള കൊമ്പം മീശ വെച്ച തടിയനാണ് അയാൾ. സാറേ, ബൽറാം സാറിനെ 2 പോലീസുകാർ വന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി. ബാബു പറഞ്ഞു കേട്ട് സക്രിയ നടുങ്ങിപ്പോയി. വിഷ്ണു IPSന്റെ പിടി ബൽറാം വരെ എത്തി. അടുത്തത് താനാണ്. ബാബു, റോസിലിനെ കാണാൻ ആരെങ്കിലും വന്നോ? സക്രിയ ചോദിച്ചു. അവരുടെ മകൾ വന്നു സാറേ. ടെസയും ആളുകളും ഒരു കറുത്ത ബെൻസിൽ കയറിപ്പോയി. ബൽറാം സാർ കണ്ടതാ. സക്രിയയുടെ മുഖത്തെ പേശികൾ വക്രിച്ചു. വിക്ടർ മരവിച്ചു നിന്നു. സക്രിയ ഡ്രൈവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. വിക്ടർ, കാറിൽ കയറ്, ഇനി നമുക്ക് സംസാരിക്കാം. സക്രിയ ഡോർ തുറന്നു. ഇരുവരും കയറിയപ്പോൾ കാർ മുന്നോട്ട് കുതിച്ചു. നേരം പുലരുകയാണ്. മുത്തോലി പാലത്തിലെത്തിയപ്പോൾ സക്രിയ ഡ്രൈവർക്ക് സിഗ്നൽ കൊടുത്തു. കാർ പാലത്തിന് മധ്യത്തിൽ നിന്നു. തലേ ദിവസം കിഴക്കൻ മലയിൽ ആർത്തടച്ചു പെയ്ത മഴയിൽ മീനച്ചിലാർ കലങ്ങി നിറഞ്ഞൊഴുകുകയാണ്. നീ എന്നെ ചതിച്ചല്ലോ വിക്ടറെ. പാലത്തിന്റെ കൈവരിക്കും കാറിനുമിടയിൽ നിന്ന് വിക്ടറിന് നേരെ സക്രിയ തോക്ക് തിരിച്ചു. കരിയച്ചായ, വിക്ടറിന്റെ ശബ്ദം വിറച്ചു. ടെസയെ കൊല്ലാൻ എനിക്ക് തോന്നിയില്ല, സത്യമാണ്. പക്ഷേ ഞാൻ അവളെ കാർലോസിന് കൊടുത്തു. ഗോവയിലെ ഏറ്റവും നൊട്ടോറിയസായ ഗാങ് ലീഡറാണ് അയാൾ. ഒരു പെണ്ണും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. വിക്ടർ കുറ്റസമ്മതം നടത്തി. പക്ഷേ ടെസയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സത്യമായും എനിക്കറിയില്ല. അവളെങ്ങനെ കാസിനോ ടൈറ്റാനിയിൽ എത്തിയെന്നും അതൊന്നും എനിക്കറിയണ്ട. നീ എന്നെ ചതിച്ചോന്നറിഞ്ഞാൽ മതി. സക്രിയ ട്രിഗർ വലിക്കുന്നതിന് മുമ്പ് വിക്ടർ തോക്ക് തട്ടിക്കളഞ്ഞു. പുഴയ്ക്ക് നേരെ പോയ തോക്ക് കൈവരിയിൽ തട്ടി റോഡിലേക്ക് വീണു. സക്രിയ വിക്ടറെ ചാടിപ്പിടിച്ചു. കാറിനും കൈവരിക്കുമിടയിൽ ഒരു ദ്വന്ദ്വയുദ്ധം നടന്നു. യുവാവായ വിക്ടറെ തോൽപ്പിക്കാൻ തനിക്കാവില്ലെന്ന് സക്രിയയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഷെരീഫ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഏതെങ്കിലും വാഹനങ്ങൾ വന്നിരുന്നെങ്കിൽ തനിക്ക് സഹായമാകുമായിരുന്നു. വിക്ടർ സക്രിയയുടെ മുതുകിൽ കയറിയിരുന്ന് ഇടിച്ചു. മുഖം സൈഡിലെ മണ്ണിലിട്ട് ഉരച്ചു. മരണവെപ്രാളത്തോടെ സക്രിയ കൈകാലുകളിട്ട് അടിച്ചു. കൊല്ലല്ലേടാ, ഷെരീഫ് നിലവിളിച്ചു. വിക്ടർ അയാളെ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പോയി. സക്രിയ കാറിനടിയിൽ കിടന്ന തോക്കെടുത്തു. വിക്ടറിന് നേരെ കിടന്നുകൊണ്ട് നിറയൊഴിച്ചു. അയാൾ കൈവരിയിൽ പിടിച്ച് ഉയർന്നു. സക്രിയ വീണ്ടും നിറയൊഴിച്ചു. ഒരു നിലവിളിയോടെ വിക്ടർ പുഴയിലേക്ക് വീണു. സക്രിയ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് അവിടേക്ക് ഓടിച്ചെന്ന് നോക്കി. വിക്ടർ പൊങ്ങിയില്ല. അവിടെ ഒരു ചുഴി കറങ്ങുന്നു. കയ്യിൽ ചോര അയാൾ കണ്ടു. കൈവരിയിലെ ചോരയാണ്. വിക്ടറുടെ ചോര. സക്രിയ തോക്കുമായി പാലത്തിന്റെ മറുവശത്തേക്ക് ഓടി. പാലത്തിനടിയിലൂടെ മീനച്ചിലാർ കുതിച്ചൊഴുകുകയാണ്. ഒഴുക്കിൽപ്പെട്ട വിക്ടർ പൊങ്ങുന്നുണ്ടോ? അയാൾ തോക്ക് തിരിച്ചു. ഇല്ല. സക്രിയ വന്ന് കാറിൽ കയറി. സക്രിയയുടെ വേലക്കാരി ലാലി ആ സ്ക്രീനിലേക്ക് പകച്ചു നോക്കി. കൈകൾ പിന്നിൽ കെട്ടി കസേരയിലിരിക്കുന്ന ബൽറാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊടിൽ കൊണ്ട് അയാളുടെ നഖങ്ങൾ അമർത്തുന്നു. നിലവിളിക്കുന്ന ബൽറാം കസേരയിലിരുന്ന് പുളഞ്ഞു. ലാലി വിറച്ചുകൊണ്ട് അടുത്തുനിന്ന് നാൻസിയെയും CI അൻവറിനെയും നോക്കി. നിന്റെ ഈ നഖങ്ങൾ ഞങ്ങൾ പറിച്ചെടുക്കും. നാൻസി കോട്ടൂർ ലാലിയുടെ വിരലുകളിൽ പിടിച്ചു. സാറേ, ഞാനെല്ലാം പറയാം. ലാലി വിറച്ചു. റോസിലിന്റെ നിലവിളി കേട്ടാണ് നീ ഓടിച്ചെന്നതെന്നും അപ്പോൾ കൊലയാളി നിന്നെ തട്ടിയിട്ടുകൊണ്ട് ഓടിപ്പോയെന്നും ലോക്കൽ പോലീസിനോട് പറഞ്ഞത് കള്ളമാണോ? അൻവർ ചോദിച്ചു. അതെ സാറേ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് ബൽറാം സാറ് ഭീഷണിപ്പെടുത്തി. ഇനി നീ അയാളെ പേടിക്കണ്ട. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോ? നാൻസി ധൈര്യപ്പെടുത്തി. ആന്റിയുടെ മുറിയിൽ നിന്ന് നിലവിളി കേട്ടപ്പോൾ പുറത്തുനിന്ന് ബൽറാം സാർ ഓടി വന്നു. ഒപ്പം ഞാനും ചെന്നു. റോസിലിനെ കൊന്നാൽ സക്രിയ സാറ് പ്രതിയാകുമെന്നും ജയിലിൽ പോകുമെന്നും ബൽറാം സാർ പറഞ്ഞു. അതുകൊണ്ട് ഒരാൾ കുത്തിയിട്ട് ഓടിയെന്ന കഥയുണ്ടാക്കി. ഞാനതിന് സാക്ഷി പറയണമെന്നും പറഞ്ഞു. ലാലി തുടർന്നു. ബൽറാം സാറ് എൻ്റെ ഫോണിൽ നിന്ന് സക്രിയ സാറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പിന്നീട് 10 മിനിറ്റ് കഴിഞ്ഞ് സക്രിയ സാറിൻ്റെ ഫോണിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അതെന്തിനായിരുന്നു? അൻവർ ചോദിച്ചു. അവർ ടൗണിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞതെന്ന് പോലീസിൽ അറിയിക്കാൻ. അവർ വീട്ടിലെത്താനുള്ള സമയമാണ് 10 മിനിറ്റ്. അതിനുശേഷം സക്രിയ സാർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. പിന്നെ ആന്റിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ലാലി പൂർത്തിയാക്കി. ഗുഡ് സ്റ്റോറി. അൻവർ സമ്മതിച്ചു. അതെ സാർ. പോലീസുകാർ ഇല്ലാത്ത കൊലയാളിയുടെ പിന്നാലെ പോകുമല്ലോ, നാൻസി അഭിപ്രായപ്പെട്ടു. അടുത്ത മുറിയിലെ കസേരയിൽ പിന്നോട്ട് കൈപ്പിടിച്ച് വിലങ്ങിട്ട നിലയിലിരിക്കുകയാണ് ബൽറാം. ലാലിയുടെ കുറ്റസമ്മതം അയാൾ സ്ക്രീനിൽ കണ്ടു. അതോടെ അയാളുടെ സപ്തനാടികളും തളർന്നു പോയി. ഇരുമ്പുവാതിൽ കറക്കറ ശബ്ദത്തിൽ തുറന്നു. വെളിച്ചത്തിന്റെ കീറ് അകത്തേക്ക് വന്നു. ഒപ്പം ASP വിഷ്ണുവിന്റെ ബൂട്ടുകളും. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? മുഖത്തൊരടിയേറ്റ് ബൽറാം ചോര തൂവി. റോസിലിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച അജ്ഞാതനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വിഷ്ണു ഒരു ഇരുമ്പു കസേര ബൽറാമിന്റെ മുന്നിലേക്ക് വലിച്ചിട്ടിരുന്നു. അൻവറും നാൻസിയും ASPയുടെ പിന്നിലായി വന്നു നിന്നു. പ്ലാന്റർ തോമസിനെ സക്രിയയും നിങ്ങളും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി കൊന്നുവെന്ന് റോസ്ലിൻ കുറ്റസമ്മതം നടത്തി. അതറിഞ്ഞപ്പോഴാണ് സക്രിയ അവരോട് ദേഷ്യം തീർന്നത്. കൈകൾ കസേരയ്ക്ക് പിന്നിലാക്കി വിലങ്ങ് വെച്ചിരുന്നതിനാൽ ബൽറാമിന് ഒന്നനങ്ങാൻ കൂടി കഴിഞ്ഞില്ല. പക്ഷേ റോസ്ലിന് സക്രിയയോട് പക വരാനുള്ള കാരണം അവരുടെ മകളെ അയാൾ കൊന്നതാണ്. ടെസയെ കൊന്നിട്ടില്ല, ബൽറാം പെട്ടെന്ന് പറഞ്ഞു. അയാളുടെ വായിൽ നിറഞ്ഞു നിന്ന ചോര പുറത്തേക്ക് ഒഴുകി. ഇളകി തൂങ്ങിക്കിടന്ന 2 പല്ലുകളിലൊന്ന് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തേക്ക് നീണ്ടുവന്നു. വേദന സഹിക്കാനാവാതെ അയാൾ അമറി. ടെസ ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് റോസിലിനെ കണ്ടു. അവൾ ഒളിവിലായിരുന്നു, ബൽറാം വല്ലവിധനയും പറഞ്ഞു. ടെസയെ രക്ഷിക്കാനാണെന്ന വ്യാജന ഇവിടെ നിന്ന് വിക്ടർ കൊണ്ടുപോയത് ഒരു തെളിവുമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനായിരുന്നോ?
വിഷ്ണുവിൻ്റെ ശബ്ദം കനത്തു. ഇനി കള്ളം പറഞ്ഞ് തഴുത്തപ്പാമെന്ന് കരുതണ്ട. എല്ലാം വിക്ടർ ഞങ്ങളോട് സമ്മതിച്ചു. അന്ന് ടെസയെ വിക്ടർ കൊന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമായിരുന്നില്ല ബൽറാമേ. സാറേ, തെറ്റുപറ്റിപ്പോയി, എന്നെ രക്ഷിക്കണം. ബൽറാം സംസാരിച്ചപ്പോൾ ഇളകിയ പല്ലുകൾ കൂട്ടിമുട്ടി അസഹ്യമായ വേദനയുണ്ടായി. ബൽറാം ഇത്ര പെട്ടെന്ന് അടിയറവ് പറയുമെന്ന് വിഷ്ണു കരുതിയില്ല. സാറേ, ഞാനും ഒരു പോലീസുകാരനാണെന്ന പരിഗണന തരണം. എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്, ഉപദ്രവിക്കരുത്. നിർത്തിയാണ് അയാൾ പറഞ്ഞത്. പോലീസുകാരനായതാണ് നിന്റെ ഏറ്റവും വലിയ കുറ്റം. നീ നിയമത്തെയും നീതിയെയും സംരക്ഷിക്കേണ്ടവനാണ്. നീ ഉപദ്രവിച്ചവർക്കും കൊന്നവർക്കും കുടുംബവും കുട്ടികളും ഇല്ലായിരുന്നോ? ബൽറാം ശബ്ദം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നു. തോമസിന്റെ ഓഫീസ് സ്റ്റാഫ് രാഗിയെ നിങ്ങൾക്കൊന്ന് റബ്ബർ മരത്തിൽ കെട്ടിത്തൂക്കിയില്ലേ? എന്നിട്ട് നീ അത് ആത്മഹത്യയ്ക്ക് മാറ്റി. എന്ത് തെറ്റാ ആ സ്ത്രീ നിങ്ങളോട് ചെയ്തത്? ബൽറാമിന്റെ കടവായിലൂടെ ചോരയും ഉമിനീരും ഒഴുകി. ഒന്ന് തുടയ്ക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ അന്വേഷിക്കുന്നത് പ്ലാന്റർ തോമസിന്റെ ആക്സിഡന്റ് ആണ്. ഇത് കണ്ടോ? വാൾ സ്ക്രീനിൽ വെളിച്ചമുണ്ടായി. വിഷ്ണുവിന്റെ മുന്നിൽ നിൽക്കുന്ന ലോറി ഡ്രൈവർ ചുരുളി വാസുവിനെ ബൽറാം കണ്ടു. വാസ് ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാൾ ട്രക്കിടിച്ച് കാർ തകർത്ത് പ്ലാന്റർ തോമസിനെ കൊന്നതാണെന്ന് സമ്മതിച്ചു. അയാൾക്ക് പ്രതിഫലമായി 50,000 രൂപ കൊടുത്തത് താനാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത് താൻ അയാളെ രക്ഷിച്ചു, ശരിയല്ലേ? അതെ, ബൽറാം ശിരസിളക്കി. ഇനി നീ കുറെ കാലത്തേക്ക് പുറംലോകം കാണണ്ട. വിഷ്ണു അയാളുടെ കവിളിൽ വായ്പൊത്തി ഞെരിച്ചു. ബൽറാം വേദന കൊണ്ട് അലറി. അവർ ഓഫീസ് മുറിയിൽ വന്നു. നാൻസി ഫ്ലാസ്കിൽ നിന്ന് കോഫി പകർന്ന് എസ്.പിക്കും അൻവറിനും കൊടുത്തു. ബൽറാമിന്റെ ഫോൺ കിട്ടിയ ഉടനെ സക്രിയ ഹോസ്പിറ്റലിലെത്തി. ടെസ അവിടെ വന്നെന്നും ബൽറാമിനെ നമ്മൾ അറസ്റ്റ് ചെയ്തെന്നും അയാൾ അറിഞ്ഞു. 2 കാര്യങ്ങൾ അയാൾ ഉടനെ ചെയ്യും. കൂടെയുള്ള വിക്ടറെ കൊല്ലും. പിന്നെ നമുക്ക് പിടിതരാതെ ഒളിവിൽ പോകും, വിഷ്ണു പറഞ്ഞു. സർ, ഞാൻ വിക്ടറെ ഫോണിൽ വിളിച്ചു. ആ ഫോൺ നിലവിലല്ലെന്നാ പറയുന്നത്, അൻവർ പറഞ്ഞു. സക്രിയയിൽ നിന്ന് രക്ഷപ്പെടാൻ വിക്ടർ ശ്രമിച്ചു കാണും. ഹോസ്പിറ്റലിൽ നിന്ന് സക്രിയയുടെ കാറിലാണ് അയാൾ പോയത്. പിന്നെ ഒരറിവുമില്ല. ചിലപ്പോൾ വിക്ടറെ കൊന്നിട്ട് ഫോൺ നശിപ്പിച്ചു കാണും, നാൻസി അഭിപ്രായപ്പെട്ടു. ASP എഴുന്നേറ്റ് മുറിയിലൂടെ 2 ചാൽ നടന്നു. സക്രിയയ്ക്ക് വിശ്വസ്തരായ മറ്റു സഹായികളും ഉണ്ടാകും. താൻ പിടിക്കപ്പെടാൻ പോവുകയാണെന്ന് അയാൾക്ക് ഉറപ്പായി. കൈപ്പിടിയിലൊതുക്കിയ 3000 കോടി രൂപയുടെ സ്വത്ത് കൈവിട്ടു പോകാതിരിക്കാൻ അയാൾ സർവ്വസന്നാഹങ്ങളും എടുത്ത് തിരിച്ചടിക്കാം. നമ്മൾ കെയർഫുള്ളായിരിക്കണം. സർ, തനിക്ക് ലഭിക്കാത്തത് മറ്റാരും അനുഭവിക്കേണ്ട എന്ന് തീരുമാനിച്ച് അയാൾ ടെസയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും. അവളിപ്പോൾ എവിടെയുണ്ട്? കൊച്ചിയിലാണ് സാർ. അവളുടെ ചിറ്റപ്പൻ പുന്നൂസിന്റെ വീട്ടിൽ. മറ്റാർക്കും അതറിയില്ല. ഗുഡ്. സക്രിയയെ ലൊക്കേറ്റ് ചെയ്യൂ. സാർ. അൻവറും നാൻസിയും സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. വിഷ്ണു കസേരയിൽ ചാരിയിരുന്നു. പിന്നെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. ഹിൽവാലി എസ്റ്റേറ്റിന്റെ ചിത്രങ്ങളും അതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളും ഒന്നുകൂടി നോക്കി. പിന്നെ ട്രക്ക് ഡ്രൈവർ ചുരുളി വാസുവിന്റെ ഹിസ്റ്ററിയും അയാളുടെ കുറ്റസമ്മതവും. 3000 കോടി രൂപ വിലയുള്ള മനുഷ്യനെ അവൻ കൊന്നത് വെറും 50,000 രൂപയ്ക്കാണ്. ഫോൺ റിംഗ് ചെയ്തപ്പോൾ വിഷ്ണു മുഖം തിരിച്ചു നോക്കി. SP കോട്ടയം. സാർ. വിഷ്ണു അറ്റൻഡ് ചെയ്തു. ഹൗ ഈസ് യുവർ ഓപ്പറേഷൻ? ഇൻ ഫൈനൽ സ്റ്റേജ് സാർ. എല്ലാ തെളിവുകളും സാക്ഷികളെയും കിട്ടി. സോളിഡ് എവിഡൻസുകളാണ്. കോടതിയിൽ നിന്ന് ഒരു വക്കീലിനും സക്രിയയെ വാദിച്ച് രക്ഷപ്പെടുത്താനാവില്ല സാർ. അതെനിക്കറിയാം. കേസ് ഫ്രെയിം ചെയ്യുന്നത് താനല്ലേ? അതിനുവേണ്ടിയാ സസ്പെൻഷനിലായിരുന്ന തന്നെ തിരിച്ചു വിളിച്ച് ഈ കേസ് ഏൽപ്പിച്ചത്, SP അബ്ദുൽ ഖാദർ പറഞ്ഞു. ഈ കേസ് വിജയിക്കുന്നതോടെ താൻ മുമ്പത്തേതിനേക്കാൾ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രിയപ്പെട്ടനാകും. പിന്നൊരു കാര്യം സാർ. ടെസ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ വരും. ആ കുട്ടിക്ക് അപകടമൊന്നും ഉണ്ടാക്കരുത്. ഈ സാഹചര്യത്തിൽ അവളുടെ ശത്രുക്കൾ ഏതു വേഷത്തിലും ആ പരിസരത്തുണ്ടാകും. 2 പോലീസുകാർ മഫ്റ്റിയിൽ ആ പരിസരത്തുണ്ട് സാർ. ഗുഡ്. ടെസയുടെ അപ്പൻ തോമസിനേക്കാൾ അവളോട് താല്പര്യമുള്ള ആളാണ് ഈ കേസ് അന്വേഷണത്തിന് പുറകിലെന്നറിയാമല്ലോ സാർ. SP കോൾ കട്ട് ചെയ്തു. രാത്രി 9 മണിക്ക് അൻവറും നാൻസിയും തിരിച്ചു വന്നു. സക്രിയ ഒളിവിലാണ് സാർ. ആർക്കും അറിയില്ല അയാൾ എവിടെയാണെന്ന്. ഫോണുകളൊന്നും പ്രവർത്തിക്കുന്നില്ല, അൻവർ പറഞ്ഞു. പിറ്റേന്ന് പകൽ 10 മണി കഴിഞ്ഞപ്പോൾ നാൻസിക്ക് കിട്ടിയ ഒരു വിവരം CI നാസറിന് കൈമാറി. സാർ, ചേർപ്പുങ്കൽ ഭാഗത്തുനിന്ന് മീനച്ചിലാറിന്റെ കരയ്ക്കെറിഞ്ഞ ഒരു പുരുഷന്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. ആറ്റിലൂടെ ഒഴുകി വന്ന ബോഡി കാട്ടുവള്ളികളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴത് കിടങ്ങൂരിലെ ഹോസ്പിറ്റലിലുണ്ട്. ശവമാണോ അതോ ജീവനുണ്ടോ? അറിയില്ല സാറേ, മരിച്ചുവെന്ന് തോന്നുന്നേ. അൻവർ ഉടനെ ASPയുമായി ബന്ധപ്പെട്ടു. 1 മണിക്കൂറിനുള്ളിൽ അവർ കിടങ്ങൂർ ഹോസ്പിറ്റലിലെത്തി. ASP സ്പെഷ്യൽ പോലീസ് യൂണിഫോമിലല്ലാത്ത അവരെ 3 പേരെയും മധ്യവയസ്കനായ ഡോക്ടർ മാറി മാറി നോക്കി. മീനച്ചിലാറ്റിൽ ഒഴുകി വന്ന ഒരാളുടെ ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അയാൾ മരിച്ചിട്ടില്ല. ചെറിയൊരു ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. ASP വിഷ്ണു ആശ്വാസത്തോടെ അൻവറയെയും നാൻസിയെയും നോക്കി. ജീവനുണ്ട്. ആളെ ഐഡന്റിഫൈ ചെയ്തോ? ഇല്ല, അയാൾക്ക് ബോധമില്ലായിരുന്നു. കാലിൽ വെടിയുണ്ടയേറ്റ് വീർത്തിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് ബുള്ളറ്റ് എടുത്തു. ഞങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരാരും ഇതുവരെ വന്നില്ല. എനിക്ക് അയാളൊന്ന് കാണണം. ഞാനൊരു ജൂനിയർ ഡോക്ടറെ കൂടെ വിടാം. അവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കാറായില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വെയിറ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ. വിഷ്ണു ജൂനിയർ ഡോക്ടർ ജിപ്സന്റെ കൂടെ നടന്നു. ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള വലിയ ഹോസ്പിറ്റലാണത്. 2-3 കോറിഡോറുകൾ കടന്നാണ് അവർ ആ റൂമിലെത്തിയത്. അതിനിടെ തലങ്ങും വിലങ്ങും സ്ട്രെച്ചറും വീൽചെയറുകളും കടന്നുപോയി.
വാതിലിന് മുന്നിലെ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കി. ഒരു ഡോക്ടർ നിൽക്കുന്നത് അവർ കണ്ടു. ഡോക്ടർ ജിപ്സൺ വാതിൽ തുറക്കാൻ ഹാൻഡിൽ അമർത്തിയപ്പോൾ ആ ഡോക്ടർ തടഞ്ഞു. വെയിറ്റ്, ഡ്രസ്സിംഗ്. അത് പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. ക്ലീൻ ഷേവ് ചെയ്ത മുഖവും കണ്ണടയുമുള്ള മനുഷ്യൻ, കഴുത്തിൽ സ്റ്റെതസ്കോപ്പ്. ജിപ്സൺ അയാളെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് നാൻസി ചോദിച്ചു, എന്തു പറ്റി? ആ ഡോക്ടറെ മുമ്പ് കണ്ടിട്ടില്ല, ഡോക്ടർ ജിപ്സൺ പറഞ്ഞു. എല്ലാവരും അയാൾ പോയിടത്തേക്ക് നോക്കി. അയാളെ കാണാനില്ല, എവിടേക്കോ തിരിഞ്ഞുപോയി. വിഷ്ണു വേഗം വാതിൽ തള്ളി തുറന്നു. രോഗിക്കടുത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്ന ചെറുപ്പക്കാരി കന്യാശ്രീ ഞെട്ടി എണീറ്റു. നിങ്ങളാരാ? ഒരു സീരിയസ് പേഷ്യൻ്റെ മുറിയിലേക്ക് വരുന്നത് ഇങ്ങനെയാണോ? ഇത് പോലീസുകാരാ സിസ്റ്ററെ, ഡോക്ടർ പറഞ്ഞു. പോലീസുകാർക്ക് എന്താ മര്യാദ വേണ്ടേ? സിസ്റ്റർ ചൂടിലായിരുന്നു. അൻവർ അരിക്ക് ചൊറിഞ്ഞു വന്നതാണ്. വിഷ്ണു അവരെ നോക്കി സൗമ്യമായി ചിരിച്ചു. സിസ്റ്ററെ, ഞങ്ങൾ കുഴപ്പക്കാരൊന്നുമല്ല. വെളിയിലൊരു ഡോക്ടർ അകത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ഇവിടുത്തെ ഡോക്ടറല്ലെന്ന് ഡോക്ടർ ജിപ്സൺ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. അകത്തെന്തോ അപകടം സംഭവിക്കുകയാണോ എന്ന് കരുതിയാ പെട്ടെന്ന് വാതിൽ തുറന്നത്. സിസ്റ്റർ അദ്ദേഹത്തെ നോക്കി. അപ്പോൾ അയാൾ പിന്നെയും വന്നോ? അയാൾ മുമ്പും വന്നായിരുന്നോ? ഡോക്ടർ തിരക്കി. വന്നു. പേഷ്യൻറ്റിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഞാൻ സമ്മതിച്ചില്ല. പോലീസ് കേസാണ്, ഒരു വിസിറ്ററെയും അനുവദിക്കരുതെന്ന മാനേജറുടെ നിർദ്ദേശം, സിസ്റ്റർ പറഞ്ഞു. നിങ്ങൾ പോലീസുകാരല്ലേ? ഇയാളറിയാമോ? ഹോസ്പിറ്റലിലെ ഗൗൺ ധരിച്ചു കിടക്കുന്ന വിക്ടറെ അവർ തിരിച്ചറിഞ്ഞു. വലതുകാൽ വീർത്ത് നീല നിറത്തിലാണ്. പേഷ്യൻ്റ് ഇടയ്ക്കൊന്ന് ബോധം തെളിഞ്ഞായിരുന്നു. പിന്നെ പോയി. നിങ്ങൾ വെളിയിൽ കാത്തിരിക്കണം, സിസ്റ്റർ പറഞ്ഞു. ഇയാളെ ആറ്റിൽ നിന്ന് കണ്ടെടുക്കാൻ താമസിച്ചിരുന്നെങ്കിൽ ജീവൻ കിട്ടൂലായിരുന്നു. ജീസസ് രക്ഷിച്ചു. റൂമിന് വെളിയിലിറങ്ങി വിഷ്ണു ഡോക്ടറോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ ഇവിടുന്ന് പോയ ഡോക്ടർ ആരാണെന്നറിയണം. ഞാൻ ഹോസ്പിറ്റൽ അതോറിറ്റീസിനോട് സംസാരിച്ചു കൊള്ളാം. വിഷ്ണു ആരാണെന്നറിഞ്ഞപ്പോൾ ഡോക്ടർ ജിപ്സണ് ബഹുമാനമായി. CCTVയിലുണ്ടെങ്കിലും പിന്നീട് ആ ഡോക്ടറെ ആരും കണ്ടില്ല, ജിപ്സൺ പറഞ്ഞു. വൈകിട്ട് വിഷ്ണുവിനെയും നാൻസിയെയും വിക്ടർ തിരിച്ചറിഞ്ഞു. പക്ഷേ പെട്ടെന്ന് മയക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. കന്യാസ്ത്രീക്ക് പകരം മറ്റൊരു സിസ്റ്ററായിരുന്നു അപ്പോൾ ഡ്യൂട്ടിയിൽ. വിക്ടർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് സക്കറിയെ കാണാമറയത്തിരുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ വിക്ടറെ കൊന്നുകളയും. അതിൻ്റെ തെളിവാണല്ലോ ഡോക്ടറുടെ വരവ്. അത് കൊലയാളിയ, വിഷ്ണു തൻ്റെ ടീമിനോട് പറഞ്ഞു. വാതിൽ തുറന്നു. ഇപ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്, അയാൾക്ക് ബോധമുണ്ട്, നേഴ്സ് പുറത്തു വന്ന് പറഞ്ഞു. വിഷ്ണുവും അൻവറും നാൻസിയും അകത്തേക്ക് ചെന്നു. രാത്രി 10 മണിയായിരുന്നു. ഹോസ്പിറ്റലിന്റെ കോറിഡോറിൽ പകുതി ലൈറ്റുകളെ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. ഒരിടത്തും അനക്കമില്ല. ബെഡിൽ കിടക്കുകയായിരുന്ന വിക്ടർ വിഷ്ണുവിനെയും ടീമിനെയും കണ്ടപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കിടന്നോളൂ, കാലനക്കണ്ട, ASP പറഞ്ഞു. അയാളുടെ വലതു തുടയിൽ ഡ്രസ് ചെയ്ത ചുറ്റുകെട്ടിയിരുന്നു. ഹോസ്പിറ്റലിന്റെ ഒരു നീല ഗൗണാണ് അയാൾ ധരിച്ചിരുന്നത്. സാറേ, അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാ. മുത്തോലി പാലത്തിൽ വെച്ച് സക്കറിയെ വെടിവെച്ചതും ആറ്റിൽ വീണൊഴുകിയതും വിക്ടർ പറഞ്ഞു. ദേഹം മുഴുവൻ വേദനയാ സാറേ. മീനച്ചിലാറ്റിൽ മുങ്ങി മരിച്ചു പോകുമെന്നാ ഞാൻ കരുതിയത്. ബോധം പോയി. രസയുടെ ജീവൻ രക്ഷപ്പെടുത്തിയതിൻ്റെ പ്രതിഫലമായിരിക്കും ഇത്, നാൻസി പറഞ്ഞു കഴിഞ്ഞ് ASPയെ നോക്കി. താൻ പറയേണ്ട കമൻ്റല്ല അതെന്ന് അവൾക്ക് തോന്നി. വിക്ടർ നാൻസിയെ നോക്കി. വിക്ടർ ഇവിടെ അഡ്മിറ്റായ വിവരം ആർക്കെങ്കിലും അറിയാമോ? അൻവർ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല സാറേ. എന്നെ ആരാ ഇവിടെ എത്തിച്ചതെന്നും? ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജറെ എനിക്കറിയാം. അപ്പോൾ സക്രിയെ നിങ്ങളെ ഇവിടെ വന്ന് കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണല്ലോ. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ സേഫായ സ്ഥലത്തേക്ക് മാറും സാർ. സക്രിയ ഒളിവിലാണ്. പക്ഷേ അയാൾ പുറത്ത് നടക്കുന്നതെല്ലാം രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട്. നിന്റെ പിന്നാലെയും ആളുണ്ട്. സക്രിയയുടെ ഒളിത്താവളങ്ങളൊക്കെ എനിക്കറിയാം സാറേ. ഇപ്പോൾ അയാളുടെ ശത്രു ഞാനല്ല സാറേ, നിങ്ങളാ. അരമണിക്കൂർ സംസാരിച്ചിട്ടാണ് അവർ പുറപ്പെട്ടത്. ഹോസ്പിറ്റലിന് മുന്നിൽ 4-5 കാറുകൾ കിടന്നിരുന്നു. അവർ കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ എതിർവശത്ത് കിടന്ന നീല കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴുന്നത് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ വിഷ്ണു കണ്ടു. ഒപ്പം താൻ നേരത്തെ കണ്ട ഡോക്ടറുടെ മുഖവും. അതിൽ നിന്ന് 2 തോക്കുകൾ ഉന്നം വയ്ക്കുന്നു. ക്ഷണനേരം കൊണ്ട് വിഷ്ണു തന്റെ സഹപ്രവർത്തകരെ ഇരുവശത്തേക്ക് ശക്തിയായി തള്ളി വീഴ്ച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് 2 തോക്കുകളും തുരുതുരാ തീ തുപ്പി. നിലത്ത് വീണ അവരും തിരിച്ചു വെടിവെച്ചു. അല്പനേരത്തേക്ക് അവിടെ വെടിവെച്ചയാൽ വിറച്ചു. പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്നവർ കാറുകൾക്ക് പിന്നിൽ മറഞ്ഞു. നീലവണ്ടി പാഞ്ഞുപോയി. എഴുന്നേറ്റ് നിന്ന വിഷ്ണു ചുറ്റും നോക്കി. എഴുന്നേൽക്കാൻ ശ്രമിച്ച അൻവറെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നാൻസി എഴുന്നേൽക്കാത്തത് കണ്ട് വിഷ്ണു അവളുടെ അടുത്തേക്ക് ചെന്നു. ഒരു വശം ചെരിഞ്ഞു കിടക്കുന്ന അവളുടെ ചുമലിൽ നിന്ന് ചോര ചീറ്റുന്നു. അദ്ദേഹം അലറി വിളിച്ചു. അൻവറേ! എന്താ സാറേ? അൻവർ വിഷ്ണുവിന്റെ അടുത്തേക്ക് കുതിച്ചു വന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ASP വിഷ്ണുവും CI അൻവർ അലിയും പാലാ സർക്കിൾ ഇൻസ്പെക്ടർ മൈക്കിളും കാത്തുനിന്നു. ഊർജ്ജസ്വലനായ 30കാരനാണ് മൈക്കിൾ, കട്ടപ്പനക്കാരൻ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുടി നരച്ചു തുടങ്ങിയ സർജൻ അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ് ആണ്. ബുള്ളറ്റ് ലാബിലേക്ക് അയക്കാം. ഇന്റേണൽ ഓർഗൻസിന് മുറിവൊന്നുമില്ല. നാൻസി ഭാഗ്യമുള്ളവളാ. വിഷ്ണുവിന് സമാധാനമായി. പോലീസ് കേസാണല്ലോ. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. നാൻസിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒപ്പം വിക്ടറിനെയും. അയാളുടെ കൂടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. നാൻസിയുടെ അപകടമറിഞ്ഞ് പപ്പ ജോൺസൺ കോട്ടൂരും ജ്യേഷ്ഠൻ പീറ്ററും ഹോസ്പിറ്റലിലെത്തി. വിഷ്ണു വിക്ടറിന്റെ മുറിയിലേക്ക് ചെന്നു. അയാൾക്ക് പേവാർഡ് കിട്ടിയിരുന്നു. ജനലിലൂടെ വെളിയിലേക്ക് നോക്കി ആലോചിച്ച് നിൽക്കുകയായിരുന്നു വിക്ടർ.
വെളിയിൽ വിജനമായ ബസ് സ്റ്റാൻഡ്. കൊറോണ ഭീഷണിയിലാണ് സർവരും. വിഷ്ണുവിനെ കണ്ട് അയാൾ വികാരധീനനായി. എന്നെ കൊല്ലാൻ വന്ന അയാൾ നിങ്ങളെയാണല്ലോ ഉപദ്രവിച്ചത്. പോലീസുകാർ നേരിടുന്നത് ക്രിമിനലുകളെയല്ലേ വിക്ടറെ? അതുകൊണ്ട് അപകടം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. പലപ്പോഴും അത് തിരിച്ചറിയുമ്പോഴേക്കും പണി കിട്ടിയിരിക്കും. സക്രിയയുടെ അടി ഇളകിയിരിക്കുക സാറേ. അയാൾ ഒളിക്കാൻ ഇടമില്ലാതെ വിഷമിക്കുകയാ. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, വിക്ടർ പറഞ്ഞു. വിക്ടറുടെ മുറിക്ക് ചുറ്റും കറങ്ങി നടന്ന വ്യാജ ഡോക്ടറാണ് ഞങ്ങളെ വെടിവെച്ചത്. ഞാൻ അയാളെ വ്യക്തമായി കണ്ടു. ഇതാണ് അവൻ. വിഷ്ണു ചില ഫോട്ടോഗ്രാഫറുകൾ വിക്ടറെ കാണിച്ചു. ഇത് CCTV ഫുട്ടേജിൽ നിന്നെടുത്ത ഫോട്ടോകളാണ്. വിക്ടർക്ക് ഇയാളെ അറിയാമെന്ന് നോക്കൂ. വിക്ടർ ആ ഫോട്ടോകളിലേക്ക് നോക്കി. ഞാൻ ഇയാളെ കണ്ടിട്ടില്ല സാർ. എന്നെ കൊല്ലാനായി സക്കറിയ അയച്ചതാണ് അയാളെ. കിടങ്ങൂർ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിയത് മുതൽ അയാൾ ആ പരിസരത്തുണ്ടായിരുന്നു. എൻ്റെ മുറിയിൽ കയറിപ്പറ്റാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവൻ അയാൾ എടുത്തേനെ. വിക്ടർ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ഇൻസ്പെക്ടർ ബൽറാമിനെ അറിയാമായിരിക്കും സാറേ. ബൽറാം അപ്പോഴും തടവ് മുറിയിലായിരുന്നു. അയാൾക്ക് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷ നശിച്ചെന്ന് തോന്നി. എൻ്റെ കേസ് ചാർജ് ചെയ്ത് റിമാൻഡിലാക്ക്. ഈ ഏകാന്ത തടവറയിൽ ഞാൻ ഭ്രാന്ത് പിടിച്ചു പോകും, അയാൾ വിഷ്ണുവിനോട് പറഞ്ഞു. ഒപ്പം അൻവറുമുണ്ട്. നീ കുറ്റം ചെയ്തവനല്ലേ? നിരപരാധികളായ എത്ര പേരെ നീ തടവിലിട്ടിരിക്കുന്നു. വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് അനുഭവിക്കേണ്ട ബൽറാമേ. വിഷ്ണു ആ ഫോട്ടോകൾ ബൽറാമിനെ കാണിച്ചു. ബൽറാമേ, നേരെ പറയാവൂ, ഇവനെ നിനക്കറിയാമോ? ബൽറാം ഫോട്ടോകളിൽ നോക്കി. അയാളുടെ മുഖത്തെ ഭാവങ്ങൾ വിഷ്ണു ശ്രദ്ധിച്ചു. അറിയാം എന്നുറപ്പ്. ആരാണിവൻ? വിഷ്ണു ചോദിച്ചു. ബൽറാം മിണ്ടിയില്ല. ഇവനെപ്പറ്റി പറയാതിരുന്നുകൊണ്ട് നിനക്ക് രക്ഷയില്ല. സക്രിയ വിക്ടറെ കൊല്ലാൻ ഇയാളെയാണ് കൂലിക്കെടുത്തിരിക്കുന്നത്. ഇയാളെ ഉപയോഗിച്ച് തന്നെയും കൊല്ലും. ഇവൻ ആരാണെന്ന് തനിക്കറിയാമല്ലോ. ബൽറാം അല്പനേരം ആലോചിച്ചിരുന്നു. പിന്നെ പറഞ്ഞു, അത് നാസറാണ് സാർ. നാസർ സേഠ്. നാസർ സേഠ്. അൻവർ 2 പ്രാവശ്യം ഉരുവിട്ടു. കണ്ണൂർ ജയിൽ ചാടി ഒളിവിൽ പോയ ഒരു നാസർ സേഠ് ഉണ്ടല്ലോ. 6 വർഷം മുമ്പ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. അയാളാണോ? അൻവർ ചോദിച്ചു. ബൽറാം മറുപടി പറയാതെ അതേ എന്ന് ശിരസിൽക്കുക മാത്രം ചെയ്തു. സക്രിയയുമായി നാസറിന് ബന്ധമുണ്ടായിരുന്നോ? വിഷ്ണു ചോദിച്ചു. ഉണ്ട്, ബൽറാം സമ്മതിച്ചു. എന്തിനായിരുന്നു അയാൾക്ക് വധശിക്ഷ വിധിച്ചത്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ റേപ്പ് ചെയ്തു കൊന്നതിന്. ജീവനോടെ അവരുടെ കണ്ണുകളും അവയവങ്ങളും അയാൾ മുറിച്ചെടുക്കും. ഇര വേദന കൊണ്ട് പിടയുന്നു നോക്കി രസിക്കും. നൊട്ടോറിയസ് ക്രിമിനലാണ്, സാഡിസ്റ്റ്, ബൽറാം പറഞ്ഞു. എത്ര പേരെ അയാൾ അങ്ങനെ കൊന്നിട്ടുണ്ട്? 9 പേരെ കൊന്നതായി തെളിവുകളുണ്ട്. ബാംഗ്ലൂരിൽ അറസ്റ്റിലായ അയാൾ ശിക്ഷിക്കപ്പെട്ടു. ജയിലറെ കഴുത്തൊടിച്ച് കൊന്നിട്ടാണ് നാസർ രക്ഷപ്പെട്ടത്. ബൽറാം എല്ലാം തുറന്നു പറഞ്ഞു. വിഷ്ണു നാസർ സേഠിന്റെ കേസ് കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തു. അയാളുടെ വിവിധ വേഷങ്ങളുള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു. അയാൾ കൊന്ന പെൺകുട്ടികളുടെ ഫോട്ടോകളും. അതിസുന്ദരികൾ. മൈ ഗോഡ്, 40കാരനായ നാസർ സേഠിന്റെ കേസ് ഹിസ്റ്ററി പോലെന്ന് ഞാൻ ആദ്യമായി കാണുകയാണ് അൻവറെ. കസേരയിൽ ചാരിയിരുന്ന വിഷ്ണു പറഞ്ഞു. തൂക്കിക്കൊല്ലാൻ വിധിച്ചവനല്ലേ സാറേ. അവൻ ഇനി ജീവിതം സുഖിച്ചു തീർക്കാനായി എന്തും ചെയ്യും, അൻവർ പറഞ്ഞു. സക്കറിയെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ എത്ര പണം വേണമെങ്കിലും മുടക്കും. നാസറിന് പണം മതി. 6 വർഷം മുമ്പ് ജയിൽ ചാടിയ ശേഷം അയാളെപ്പറ്റി ആദ്യമായി അറിയുന്നത് നമ്മളാണ്. അയാൾ പെൺവേട്ടക്കാരനാണ്. ഈ 6 വർഷത്തിനുള്ളിൽ ആ രീതിയിൽ റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടതായി ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സാറേ. അയാൾ ആ സംഭവം നിർത്തിയതാണോ? അൻവർ ആരാഞ്ഞു. അയാൾ നല്ലവനായതല്ല അൻവറെ. കൊലയുടെ രീതി മാറ്റിക്കാണും. അവരെ മുറിപ്പെടുത്താതെ കൊന്നു കാണും. പല കേസുകളും നമ്മൾ അറിയുന്നില്ലല്ലോ. ഓരോ വർഷവും എത്ര പെൺകുട്ടികളാ പല സാഹചര്യങ്ങളിൽ മിസ്സാകുന്നത്. അൻവർ 2 കപ്പ് കാപ്പി പകർന്നു. ഒന്ന് വിഷ്ണുവിന് കൊടുത്തു. അവൻ നമ്മുടെ മുന്നിലുണ്ട്. അവന്റെ വധശിക്ഷ ഉടനെ നടപ്പാക്കിയില്ലെങ്കിൽ അവൻ നമ്മളെ തീർത്തു കളയും, വിഷ്ണു പറഞ്ഞു. ആദ്യ തവണ നമ്മൾ രക്ഷപ്പെട്ടു. നാൻസിക്ക് മുറിവ് പറ്റിയതല്ലേ ഉള്ളൂ. ഇനിയൊരു പിഴവ് അവന് പറ്റില്ല. അൻവറെ, ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായെന്നും വരില്ല. വിഷ്ണു അസ്വസ്ഥനായി. അദ്ദേഹം വീണ്ടും ബൽറാമിന്റെ മുറിയിൽ ചെന്നു. നാസർ സേഠിനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും? സക്രിയയുടെ ഒളിത്താളവും തനിക്കറിയില്ലേ? എനിക്കറിയില്ല സാറേ. 2 പേരും ഒരിടത്തും സ്ഥിരമായി ഒളിക്കാൻ സാധ്യതയില്ല. അത് ശരിയാണെന്ന് തോന്നി. പാലായിൽ അവനെവിടെ ഒളിക്കും? അകലെ വാഗമൺ മലനിരകളിലേക്ക് വിഷ്ണുവിന്റെ കണ്ണുകൾ പോയി. ഈ സമയം ആശുപത്രിയിലെ ഷെൽഫിൽ നിന്ന് കുപ്പിയെടുത്ത് റം വായിലേക്ക് കമഴ്ത്തുകയായിരുന്നു വിക്ടർ. എന്നിട്ട് കുപ്പി ബക്കറ്റിലേക്ക് ഇട്ടു. തുടയിൽ വെടിയുണ്ട കയറിയതിന്റെ വേദന കുറഞ്ഞതായി അയാൾക്ക് തോന്നി. കൂട്ടുകാർ മാറി മാറി കൂടെയുണ്ട്. മദ്യം തീർന്നുകൊണ്ട് അടുത്ത ബാറിലേക്ക് പോയിരിക്കുകയാണ്. ചേട്ടന് ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും വാങ്ങാം. ഉച്ചയായില്ലേ? അയാളുടെ കസിൻ റോജി ചോദിച്ചു. എത്ര ചപ്പാത്തി വേണം ചേട്ടാ? 2 മതിയിടാ, വിശപ്പില്ല. 2 വീശി കഴിയുമ്പോൾ വിശപ്പ് താനേ വരും, രവീന്ദ്രൻ പറഞ്ഞു. വിക്ടർ ജനലിലൂടെ നോക്കി. റോഡ് വിജനമാണ്. വാഹനങ്ങൾ തീരെയില്ല. താഴെ പലരും മാസ്ക് ധരിച്ചിരിക്കുന്നു. റമ്മിന്റെ ലഹരിയിൽ വിക്ടർ ബെഡിൽ വന്നു കിടന്നു. അയാൾ ചെറിയ മയക്കത്തിലായിരുന്നു. ബെഡിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നിയപ്പോൾ കണ്ണു തുറന്നു. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ് ധരിച്ച ഒരാൾ ബെഡിലിരിക്കുന്നു. ആരാ? വിക്ടർ ചോദിച്ചുകൊണ്ട് പിഴഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. സേട്ട്, നാസർ സേട്ട്. വിഷ്ണു കാണിച്ച ഫോട്ടോകൾ വിക്ടർ തിരിച്ചറിഞ്ഞു. തന്നെ കൊല്ലാൻ സക്രിയ അയച്ചവൻ. വിക്ടർ അപകടം മണത്തു. കാലനക്കാൻ
പാടില്ലായിരുന്നിട്ടും അയാൾ ചാടി എഴുന്നേറ്റു. നാസർ ഡ്രസ്സിനുള്ളിൽ നിന്ന് ഇരുതലയും മൂർച്ചയുള്ള കത്തി വലിച്ചെടുത്ത് വിക്ടറെ വെട്ടി. വിക്ടർ അയാളെ കെട്ടിപ്പിടിച്ചു ഞെരിച്ചു. നാസർ അയാളുടെ വയറ്റിൽ കുത്തി. ബെഡ് മുഴുവൻ ചോര ചിതറി. വിക്ടറിന്റെ പിന്നിലൂടെ കത്തിമുന നീണ്ടുവന്നു. അയാൾ അലറിക്കൊണ്ട് ബെഡിലൂടെ മറിഞ്ഞ് തറയിലേക്ക് വീണു. ആളുകളുടെ ശബ്ദം കേട്ട് നാസർ പുറത്തിറങ്ങി. ഓടിവന്ന നേഴ്സ് പരിഭ്രാന്തിയോടെ ചോദിച്ചു, എന്താ? വൈറസ് പറഞ്ഞുകൊണ്ട് അയാൾ കോറിഡോറിലൂടെ പാഞ്ഞുപോയി. പാർക്കിങ്ങിൽ കിടന്ന കാറുകളിലൊന്നിൽ അയാൾ കയറി. അതിവേഗം ആ കാർ ഓടി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോയി. സാർ, വിക്ടറിനെ കൊന്നു. മൊബൈൽ അറ്റൻഡ് ചെയ്ത അൻവർ പരിഭ്രാന്തിയോടെ വിഷ്ണുവിനോട് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നാൻസിയെ അഡ്മിറ്റ് ചെയ്തിരുന്ന മുറിക്ക് മുന്നിലായിരുന്നു അവർ. ആര് കൊന്നു? വിഷ്ണു നടുക്കത്തോടെ ചോദിച്ചു. അറിയില്ല സാർ, പക്ഷേ കിട്ടിയ സൂചനകൾ വെച്ച് അത് നാസർ സേട്ടാണ്. അൻവറെ വാ. വിഷ്ണു വിക്ടറിന്റെ മുറിയിലേക്ക് ഓടി. ഇതേസമയം റോസലിന്റെ സഹായത്തിനായി കന്യാസ്ത്രീയായ ഒരു നേഴ്സ് മരിയ ഹോസ്പിറ്റലുണ്ടായിരുന്നു, ഗബ്രിയേൽ. റോസലിൻ തന്റെ കഥകളെല്ലാം സിസ്റ്ററോട് സാവധാനം പറഞ്ഞു. സിസ്റ്റർ സമാധാനിപ്പിച്ചത് റോസലിന് വളരെ ആശ്വാസം പകർന്നു. അപ്പോഴാണ് ടെസ വാതിൽ തുറന്നു വന്നത്. ഓ ജീസസ്, ടെസയുടെ കാര്യം മമ്മി പറഞ്ഞതേയുള്ളൂ. മോളെത്തിയല്ലോ. സിസ്റ്റർ സന്തോഷത്തോടെ എഴുന്നേറ്റു. ഇതേസമയം ഹോസ്പിറ്റലിന് വെളിയിൽ നിന്ന സെക്യൂരിറ്റി ബാബു മൊബൈലെടുത്ത് സക്രിയയെ വിളിച്ചു. സാറേ, ടെസ റോസലിന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ വന്നാൽ കാണാം. അയാൾ കോൾ കട്ട് ചെയ്തു. ടെസ മമ്മിയുടെ കൈയെടുത്ത് മൃദുവായി തലോടി. റോസലിൻ ബെഡിൽ നിന്ന് മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ടെസ തടഞ്ഞു. ഇപ്പോൾ എഴുന്നേൽക്കണ്ട, മമ്മിക്ക് നല്ല സുഖമുണ്ടെന്ന് മുഖം കണ്ടാലറിയാം. അല്ലേ സിസ്റ്ററെ? ടെസ സിസ്റ്റർ ഗബ്രിയലിനെ നോക്കി. സിസ്റ്റർ ശിരസ് കുലുക്കി. മോളെ കണ്ടപ്പോൾ റോസലിന് പുതുജീവൻ കിട്ടി. ടെസ ടേബിളിലിരുന്ന ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ചു. ഒരല്ലി അവൾ മമ്മിയുടെ ചുണ്ടിലേക്ക് നീട്ടി. മമ്മിയും മോളും സംസാരിക്കേ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഫ്ലാസ്ക് എടുത്തുകൊണ്ട് സിസ്റ്റർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വാതിലടച്ചു. മോളെ ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കി. സക്രിയയുടെ ആളുകൾ പുറത്തുണ്ടാകും. റോസലിൻ ഓറഞ്ചല്ലി തിന്നുകൊണ്ട് മകളെ നോക്കി. അതൊക്കെ എനിക്കറിയാം മമ്മി. മോളെ എവിടെയാ താമസിക്കുന്നത്? പുന്നൂസ് ചിറ്റപ്പന്റെ കൂടെയാ. ഉടനെ ഞാൻ തിരിച്ചു പോകും. അതിനു മുമ്പ് നമ്മുടെ വീട് തിരിച്ചെടുക്കണം. സക്രിയയുടെ ആളുകളെ മാറ്റണം. എല്ലാറ്റിന്റെയും മേൽനോട്ടം തൽക്കാലം ചിറ്റപ്പനെ ഏൽപ്പിക്കണം. ഇതേസമയം ഹോസ്പിറ്റലിന് പുറത്തെ സെക്യൂരിറ്റി മുറിയിൽ അസ്വസ്ഥനായിരിക്കുകയായിരുന്നു ബാബു. ടെസ വന്ന ബെൻസ് കാർ പാർക്കിംഗ് ഏരിയയിൽ കിടപ്പുണ്ട്. അപരിചിതരായ 1-2 പേർ അതിലുണ്ടെന്ന് ബാബു കണ്ടു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ ഡേവിഡ് കാറിൽ ചാരി നിൽക്കുന്നു. പെട്ടെന്ന് ഒരു മിലിറ്ററി ജീപ്പ് വന്ന് ഒതുക്കി നിർത്തുന്നത് ബാബു ശ്രദ്ധിച്ചു. പിന്നാലെ പോലീസ് ബോർഡ് വയ്ക്കാതെ ഷെവർലെ കാർ വന്നു നിന്നു. പാലാ സർക്കിൾ ഇൻസ്പെക്ടർ മൈക്കിൾ ഇറങ്ങി ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി. പോലീസുകാർ കാറിൽ തന്നെ ഇരുന്നതേയുള്ളൂ. മിലിറ്ററി ജീപ്പിൽ സർക്കിൾ ഇൻസ്പെക്ടർ അൻവർ ഇരിക്കുന്നത് ബാബു കണ്ടു. അയാളുടെ ഉള്ളൊന്ന് കിടങ്ങി. ഇപ്പോൾ സക്രിയ വരും ടെസയെ കൊണ്ടുപോകാൻ. അൻവർ മൊബൈലിൽ ASP വിഷ്ണുവിനെ വിളിച്ചു. സാർ, ഞാൻ സ്പോട്ടിലെത്തി. ടെസയുടെ കാറിൽ ഡേവിഡ് ഉണ്ട്. CI മൈക്കിൾ എത്തി. എവറിത്തിങ് ഫൈൻ. ഇന്ന് നമ്മൾ സക്രിയയെ പൂട്ടും. വിക്ടറിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്ന് നാൻസിയുടെ റൂമിലേക്ക് പോവുകയായിരുന്നു വിഷ്ണു. അൻവറെ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് സക്രിയ. അവന്റെ കൂടെയുള്ളത് നാസർ സേട്ടാണ്, കോൾഡ് ബ്ലഡഡ് കില്ലർ. ASP മുന്നറിയിപ്പ് കൊടുത്തു. എനിക്കറിയാം സാർ. അൻവർ ഫോൺ കട്ട് ചെയ്തിട്ട് തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ സെക്യൂരിറ്റി ബാബുവിന്റെ മുട്ടിടിച്ചു. തലേ ദിവസത്തെ സംഭവം തീക്കനൽ പോലെ അയാളെ പൊള്ളിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് സെക്യൂരിറ്റി ക്യാബിനിൽ വന്നപ്പോൾ മുഖമടച്ച് ഒരിടി. അൻവറും നാൻസിയും മുന്നിൽ. നിന്റെ ഫോൺ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ടെസ ഇവിടെ വന്നത് സക്രിയയെ അറിയിച്ചത് നീയല്ലേ? അൻവർ തോക്കിൻ കുഴൽ തന്റെ കീഴ്ത്തടയിൽ കുത്തി. നീ കാരണമാണ് സക്രിയ വിക്ടറെ കൊല്ലാൻ കൊണ്ടുപോയത്. അതിനുള്ള ശിക്ഷയായി എത്ര വർഷം ജയിലിൽ കിടക്കണമെന്ന് തനിക്കറിയാമോ? നാൻസി മുരണ്ടു. സാറേ, തെറ്റുപറ്റി, രക്ഷിക്കണം. ബാബു കരഞ്ഞുപോയി. ഇനി ഞങ്ങൾ പറയുന്നതിനനുസരിച്ചാൽ തന്നെ രക്ഷിക്കാം. അൻവർ പുതിയൊരു തന്ത്രം പ്രയോഗിച്ചു. ടെസ ഇവിടെ വീണ്ടും വരും. അപ്പോൾ സക്രിയയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. അയാളെ സംബന്ധിച്ച വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് അച്ഛനില്ലാതാകും. അയാൾക്ക് അനുസരിക്കാതെ തരമില്ലായിരുന്നു. ബാബു വെളിയിലേക്ക് നോക്കി. വളവ് തിരിഞ്ഞ് വന്ന 2 കാറുകൾ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. മുന്നിൽ വന്ന ബെൻസുകാർ കണ്ട ബാബുവിന്റെ ഉള്ളു വിറച്ചു. സക്രിയ ചതിച്ചെന്നറിഞ്ഞാൽ അയാൾ തന്റെ ജീവൻ എടുക്കും. സക്രിയയുടെ കാർ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നു. വെള്ള ജുബായും മുണ്ടും ഹാഫ് ഷൂവും ധരിച്ച സക്രിയ യാതൊരു കൂസലുമില്ലാതെ കാറിൽ നിന്നിറങ്ങുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ അൻവർ കണ്ടു. പിന്നിലെ കാറിൽ നിന്നിറങ്ങിയ ആളെ അൻവർ പെട്ടെന്ന് മനസ്സിലാക്കി. പാന്റും ഷർട്ടും ഡോക്ടറുടെ കോട്ടും കഴുത്തിൽ സ്റ്റെതസ്കോപ്പുമുള്ള ആൾ, നാസർ സേട്ട്. വിക്ടറെ കുത്തിക്കീറിയവൻ. അയാളുടെ പിന്നാലെ 2 യുവാക്കളും ഇറങ്ങി. സ്പോർട്സ്മാൻമാരെ പോലെ കരുത്തലായവർ. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഡേവിഡ് കാറിന് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. സക്രിയ വേഗത്തിൽ ബാബുവിന്റെ അടുത്തേക്ക് വന്നു. എവിടെ അവള്? അകത്തുണ്ട് സാർ. അപ്പോഴേക്കും നാസർ സേട്ട് അവിടെ എത്തി. എനിക്ക് അവളോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നിന്റെ ഉഴവാണ്. അവളും തള്ളയും പീസാകുന്നത് എനിക്ക് കാണണം. അത് ഞാൻ ഏറ്റു. നാസർ തലയിളക്കി. ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നു. എൻട്രൻസിലേക്ക് ചെന്ന സക്രിയയുടെ മുന്നിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടർ മൈക്കിൾ ധൃതിയിൽ വന്നു നിന്നു. സക്രിയ നടുക്കത്തോടെ അയാളെ നോക്കി. എന്നെ കറിയച്ചിവിടെ? മൈക്കിൾ സക്രിയയെയും കൂടെയുള്ളവരെയും നോക്കി. എൻ്റെ ഒരാളിവിടെ
അഡ്മിറ്റ് ആയിട്ടുണ്ട്. സീരിയസാ. കാണാൻ വന്നതാ ഞാൻ. ഒരാളല്ല, 2 പേരുണ്ട്, മൈക്കിൾ ഗൗരവത്തിൽ പറഞ്ഞു. അവർ നിങ്ങളുടെ ആരാ? പ്ലാന്റർ തോമസിന്റെ ഭാര്യയും മകളും അല്ലേ? സക്രിയ നടുക്കത്തോടെ CIയെ നോക്കി. പണി പാളിയെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ സക്രിയ, ഇൻസ്പെക്ടർ പറഞ്ഞു. അപകടം മനസ്സിലായ നാസർ സേട്ട് ചുമലിന് പിന്നിലേക്ക് കൈയിട്ട് മൂർച്ചയുള്ള വാൾ വലിച്ചെടുത്ത് വെട്ടി. മൈക്കിളിന്റെ യൂണിഫോമിൽ തട്ടി വാൾ തെറിച്ചു. യൂണിഫോം മുറിഞ്ഞ് ചോരയൊഴുകി. പെട്ടെന്ന് പോലീസുകാർ ഓടി വന്നു. ചെറുപ്പക്കാരുടെ കയ്യിൽ പെട്ടെന്ന് വടിവാളുകൾ പ്രത്യക്ഷപ്പെട്ടു. തന്റെ സമയമായെന്നറിഞ്ഞ അൻവർ ഓടി വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നവരും അകത്തേക്ക് പോകാൻ തുടങ്ങിയ സ്ത്രീകളും കുട്ടികളുമൊക്കെ തലങ്ങും വിലങ്ങും ഓടി. പലരും തട്ടി വീണു നിലവിളിച്ചു. കുഞ്ഞുങ്ങൾ അലറിക്കരഞ്ഞു. വെടിയാച്ചയും ആയുധങ്ങളുടെ കൂട്ടിമുട്ടലുകളും ആർത്തനാദങ്ങളും ഭയാനകമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരും അറ്റൻഡർമാരും ഓടി വന്നു. ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി കളഞ്ഞു. ബാബു ഷോക്കടിച്ച പോലെ നിന്നു. ആയുധങ്ങൾ വീശി ആളുകളെ മുറിപ്പെടുത്തിയ ചെറുപ്പക്കാർ ചാവേറുകളെ പോലെ വെടിയേറ്റ് വീഴുന്നു. ചില പോലീസുകാർക്ക് മുറിവേറ്റു. ഇതേസമയം ഡേവിഡും 2 സഹായികളും ടെസയുടെ മുറിയുടെ മുന്നിലെത്തി. എന്താ? ടെസ ചോദിച്ചു. സക്രിയയും പോലീസും തമ്മിൽ ഒരു ഏറ്റുമുട്ടല. അത് കേട്ട റോസ്ലിൻ നിലവിളിച്ചു. കർത്താവേ, കാലൻ വന്നോ? ജീസസ്, നിങ്ങൾ പേടിക്കേണ്ട. ആരും ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഡേവിഡ് ധൈര്യം പകർന്നു. രംഗം ശാന്തമായപ്പോൾ കാലിന് വെടിയേറ്റ 2 ചെറുപ്പക്കാരും പോലീസിന് കീഴടങ്ങി. സക്രിയയും നാസർ സേട്ടും ഹോസ്പിറ്റലിന് വെളിയിലേക്ക് ഓടി. അൻവർ പിന്നാലെ ചെന്നെങ്കിലും അവർ ഏതോ കാറിൽ കയറി രക്ഷപ്പെട്ടു. സക്രിയ വന്ന ബെൻസ് കാറും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിലായി. പരിക്കുപറ്റിയ പോലീസുകാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഇൻസ്പെക്ടർ മൈക്കിൾ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് എല്ലാ കാറുകളും പരിശോധിച്ചു. സക്രിയയെയും നാസർ സേട്ടിനെയും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു. 5 മിനിറ്റിനുള്ളിൽ പോലീസ് എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തു. CI മൈക്കിളിന്റെ ഉദരത്തിലെ വെട്ടുകൊണ്ട മുറിവിൽ 8 സ്റ്റിച്ചിട്ടു. അൻവർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അയാളും തളർന്നു പോയി. സോറി മിസ്റ്റർ മൈക്കിൾ, എന്നെ സഹായിക്കാൻ വന്നതുകൊണ്ട് നിങ്ങൾ അപകടത്തിലായി. പക്ഷേ നാളെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ആദരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വിവരമറിഞ്ഞ ASP വിഷ്ണു CI മൈക്കിളിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു. വൈകിട്ട് തന്നെ പത്രക്കാരും മീഡിയയും വന്ന് മൈക്കിളിന്റെ ഫോട്ടോകൾ എടുത്തു. ആർക്കും ഇന്റർവ്യൂ കൊടുക്കരുതെന്ന് വിഷ്ണു നിർദ്ദേശിച്ചു. 7 മണിക്ക് വന്ന TV ന്യൂസ് കണ്ട് ഇൻസ്പെക്ടർ മൈക്കിൾ ഞെട്ടിപ്പോയി. ഭീകര കുറ്റവാളി നാസർ സേട്ടിനെ പിടികൂടാൻ ശ്രമിച്ച പാലാ സർക്കിൾ ഇൻസ്പെക്ടർ മൈക്കിളിന് പ്രതിയുടെ വെട്ടേറ്റു. തുടർന്ന് മൈക്കിളിന്റെ ഹോസ്പിറ്റലിലെ ക്ലിപ്പിംഗ്സ്, നാസർ സേട്ടിന്റെ വിവിധ ഫോട്ടോകൾ, ആരോ മൊബൈലിലെടുത്ത ഏറ്റുമുട്ടലിന്റെ ക്ലിപ്പിങ്ങുകളും. 1 ഡസനോളം കൊലക്കേസുകളിൽ പ്രതിയായ നാസർ സേട്ട് കണ്ണൂർ ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്നു. 6 വർഷം മുമ്പ് ജയിൽ ചാടി ഒളിവിലായ പ്രതിയെ കണ്ടുപിടിച്ചത് ഇൻസ്പെക്ടർ മൈക്കിളാണ്. വാർത്ത അവസാനിക്കുന്നതിന് മുമ്പ് മൈക്കിളിന്റെ മൊബൈൽ ഫോണിലേക്ക് അഭിനന്ദന കോളുകളുടെ പ്രവാഹമായി. മെഡിക്കൽ കോളേജിലെ തിയേറ്ററിൽ 8 മണിക്കൂർ സർജറി കഴിഞ്ഞാണ് വിക്ടറിനെ ICUവിലേക്ക് മാറ്റിയത്. ആരെയും കാണാൻ അനുവദിച്ചിരുന്നില്ല. 6 കുത്തുകളുണ്ട്. ഒന്ന് മറുവശം തുളച്ചു കയറി. ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ വിശ്വനാഥൻ ASP വിഷ്ണുവിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ പേഷ്യന്റ് ഒബ്സർവേഷനിലായിരിക്കും. അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ഡോക്ടർ വിശ്വനാഥൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഇതേസമയം പനാജിയിലെ ഹിൽട്ടൺ ഡബിൾ ട്രീ ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു ഇൻസ്പെക്ടർ അശോകനും രാജീവ് മേനോനും. മനീഷയുടെ കേസ് അന്വേഷിക്കുന്ന യുവ IPSകാരനെ എങ്ങനെയുണ്ട്? അശോകൻ ചോദിച്ചു. അയാൾ പുലിയ, എല്ലാവരെയും പൊക്കി. ഇവിടെ വന്ന് ആളു കളിച്ച ബൽറാം ഉൾപ്പെടെ. 2 ദിവസത്തിനുള്ളിൽ സക്രിയ പിടിയിലാകും, അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യും. രാജീവ് മേനൻ മുന്നിലിരുന്ന റെമി മാർട്ടിൻ ഒന്ന് സിപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ നാസർ സേട്ടിന്റെ പിൻബലമുണ്ട് സക്രിയയ്ക്ക്. അശോകൻ ഗ്രേഗുസ് വോഡ്ക കയ്യിലെടുത്തു. അവന്റെ പേരിൽ 3 കൊലക്കേസ് ഗോവയിലുണ്ട്. പെൺകുട്ടികളെ റേപ്പ് ചെയ്തിട്ട് മൃഗീയമായി കൊന്നു. ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തതാണ്. അയാൾ ലോക്കപ്പ് തകർത്ത് ചാടിപ്പോയി. അശോകൻ ഗ്ലാസ് കാലിയാക്കി. 6 വർഷത്തിന് ശേഷമാണ് നാസർ എവിടെയാണെന്ന് അറിയുന്നത്. എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്. ഇരുവരും പോർച്ചിലെ കാറിനടുത്തേക്ക് വന്നു. ഗോവൻ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. സ്വിമ്മിംഗ് പൂളിനടുത്ത് നിൽക്കുകയായിരുന്നു രോഹനും പ്രദീപ് ഗവാക്കറും. അവർ രാജീവ് മേനോനെ കണ്ടു. നിന്റെ സ്റ്റെപ്പ് ഫാദറിന്റെ കാമുകിയെ ഇപ്പോൾ കാണുന്നില്ലല്ലോ, പ്രദീപ് ഗവാക്കർ കളിയാക്കി. മനീഷ കേരളത്തിൽ പോയിരിക്കുകയാടാ. അവിടെ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് പോയി അവളുടെ പ്രശ്നം തീർത്തു കൊടുത്താലോ? എൻ്റെ പ്രശ്നം കിങ് ബാങ്കാണ്. ഇയാളെ കൊന്നിട്ട് വേണം എനിക്കത് സ്വന്തമാക്കാൻ. അമ്മയ്ക്ക് എയർലൈൻസ്, എനിക്ക് ബാങ്ക്, രോഹൻ പറഞ്ഞു. അതിന് ജോൺ മിറാന്റെയും കൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കണം. കൊലപാതകത്തിന് ഞാനില്ല, പ്രദീപ് ഗവാക്കർ പറഞ്ഞു. എന്നിട്ട് ഹണിറോസിനെ കൊന്നതോ? പ്രദീപിന് മറുപടി ഉണ്ടായില്ല. മേനോനും അശോകനും കാറിൽ കയറിപ്പോയി. ക്യാമ്പ് ഹൗസിലായിരുന്നു വിഷ്ണു. ഒപ്പം കമ്പ്യൂട്ടർ ഹാക്കർ ബാലുവും മുന്നിലെ കസേരയിൽ ലാപ്ടോപ്പുമായി വന്നിരുന്നു. സാർ, ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ബാബു കോൾ ചെയ്ത സക്രിയയുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അയാളെ വിളിച്ചത് 3 പേരാണ്. അവരിൽ നാസർ സേട്ടിന്റെ നമ്പർ എളുപ്പത്തിൽ ഞാൻ കണ്ടുപിടിച്ചു. അയാളിപ്പോൾ വാഗമണ്ണിലുണ്ട്. ഇതാണ് ലൊക്കേഷൻ. വിഷ്ണു അതിലേക്ക് നോക്കി മന്ത്രിച്ചു. നാസർ സേട്ട്
വാഗമൺ തങ്ങൾപ്പാറയുടെ വടക്കേ ചെരിവ്. മൂടൽമഞ്ഞ് മലയെ മൂടി. മഴ പെയ്യാനുള്ള ആരംഭമാണ്. വിഷ്ണു മലഞ്ചെരിവിലൂടെ ശ്രദ്ധയോടെ നടന്നു. ശത്രുക്കൾ തിരിച്ചറിയാതിരിക്കാനുള്ള പച്ച കാമോഫ്ലാഷ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഹാറ്റും ഫോഗ് ഗ്ലാസുമുണ്ട്. ബാലു ഇയർഫോണിലൂടെ നാസർ സേട്ടന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ പാറയിൽ പറ്റിക്കിടന്ന നാസറിന്റെ ഗൺ പോയിന്റിലായിരുന്നു വിഷ്ണു. അയാളുടെ ചൂണ്ടുവിരൽ ട്രിഗറിലും. സാർ, അയാളുടെ ഗൺ റേഞ്ചിലാണ്, ബാലു പെട്ടെന്ന് പരിഭ്രാന്തിയോടെ പറഞ്ഞു. പക്ഷേ വിഷ്ണു ആരെയും കണ്ടില്ല. കഥ തുടരും.